ഹലോ മങ്സ്, വെൽക്കം ടു ക്രിപ്റ്റോ മങ്കി. ഇത് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു പുതിയ ടെസ്റ്റൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. മൊണാഡ് എന്നാണ് ടെസ്റ്റൻ്റെ പേര്. ഇതൊരു ലെയർ 1 ബ്ലോക്ക് ചെയിൻ പ്രോജക്റ്റ് ആണ്. ഇതിൻ്റെ ഫണ്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $244 മില്യൺ ഫണ്ടിങ് ഇതുവരെ ഇവർ റേസ് ചെയ്തിട്ടുണ്ട്. സോ അത്യാവശ്യം നല്ല ഹ്യൂജ് ഫണ്ടിങ് ഉള്ള ഒരു പ്രോജക്റ്റാണ് ഇത് മൊണാഡ് എന്ന് പറയുന്നത്. ഇതൊന്നും ഒരിക്കലും മിസ്സാക്കാതിരിക്കുക. നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ വർക്കൗട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിൽ ഇതിലെ ഡാപ്സുകളായിട്ടും ഞാൻ എല്ലാ ട്യൂട്ടോറിയലും ഇടാം. അപ്പോൾ എല്ലാമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് നല്ല രീതിയിൽ ഇതിൻ്റെ ലെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല റിവാർഡ് തന്നെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ലെയർ 1 ബ്ലോക്ക് ചെയിൻ പ്രോജക്റ്റുകൾ ഒന്നും മിസ്സാക്കാതിരിക്കുക. ഇതിന് മുന്നേ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ട് ഇട്ടുന്ന ഒരു ലെയർ 1 ബ്ലോക്ക് ചെയിൻ പ്രോജക്റ്റ് ആയിരുന്നു മൂവ്മെന്റ് എന്ന് പറയുന്നത്. 10 ലക്ഷം രൂപ വരെ കിട്ടിയ ആൾക്കാരുണ്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ. സോ ഇങ്ങനത്തെ പ്രോജക്റ്റുകളൊക്കെ എന്ത് ചെയ്യുക, മിസ്സാക്കാതിരിക്കാനായിട്ട് നോക്കുക. ഇത് കഴിഞ്ഞ ശേഷം സ്റ്റോറി പ്രോട്ടോകോൾ വന്നിട്ടുണ്ടായിരുന്നു. $1600 വരെ, അതായത് 1,45,000 രൂപ വരെ സംതിങ് ലഭിച്ചിട്ടുള്ള ആളുകൾ വരെ എന്തുണ്ടാകുന്നു, സ്റ്റോറി പ്രോട്ടോകോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. ഇപ്പോഴും ഹോൾഡിങ്ങിലുള്ളവരുണ്ട്. $10 എത്തുമെന്നുള്ള വിശ്വാസത്തിലിരിക്കുന്നു. ഞാനിപ്പോൾ ഹോൾഡിംഗ് ആണ് ആ കോയിൻ എന്ന് പറയുന്നത്. ഞാൻ ഈ പ്രോജക്റ്റിനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു പുതിയൊരു മെറ്റാമാസ്ക് വാലറ്റ് ആണ്. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കോ-ഫൗണ്ടർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇഫ് യുവർ ടെസ്റ്റ്നെറ്റ് ടോക്കൺസ് ആർ ഇൻ യുവർ റെഗുലർ വാലറ്റ് കൺസിഡർ ട്രാൻസ്ഫർ ടു യുവർ ഫസ്റ്റ് വാലറ്റ് സോ യു ആർ ഇൻ സൈൻ വിത്ത് യുവർ റെഗുലർ വൺ. അതായത് ഇതിപ്പോൾ ഓൾറെഡി ഒരുപാട് എക്കോസിസ്റ്റം നമുക്ക് ഒരുപാട് പ്രോജക്റ്റുകളായിട്ട് നമുക്കിത് ഇൻട്രാക്ട് ചെയ്യാനുണ്ട്. ഒരു വലിയൊരു പ്രോജക്റ്റാണിത്, കുറേ ചെയ്യാനുണ്ട്. അപ്പോൾ നല്ലോണം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ മെറ്റാമാസ്ക് ഇല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോം വെബ് സ്റ്റോറിൽ പോകുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇതുപോലെ മെറ്റാമാസ്കിൻ്റെ എക്സ്റ്റൻഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം അത് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മെറ്റാമാസ്ക് വാലറ്റ് കിട്ടും. പുതിയൊരു മെറ്റാമാസ്ക് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എനിക്ക് വേറൊരു അക്കൗണ്ടിൽ എനിക്ക് ഓൾറെഡി 9 മൊണാഡ് ടോക്കൺ എനിക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ കിട്ടിയ ടോക്കൺ എന്ത് ചെയ്യും, ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ട്രാൻസ്ഫർ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു കുഴപ്പമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അയാളുടെ പുതിയൊരു പോസ്റ്റ് അനുസരിച്ച് ആൾ പറഞ്ഞിട്ടുണ്ട്, ഹൂ ഇൻ ദ മൊണാഡ് കമ്മ്യൂണിറ്റി ഈസ് ഗിവിംഗ് ടെസ്റ്റ്നെറ്റ് ടോക്കൺസ് ടു ഓൺബോർഡ് ന്യൂ ഫോക്സ്, ദിസ് ഹെൽപ്ഫുൾ, താങ്ക് യു ഫോർ ഡൂയിങ് ദിസ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ടോക്കൺസ് അയച്ചാൽ കൂടിയും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ എന്തായാലും ഏറ്റവും അവസാനം ഇൻ ദ എൻഡ് നമുക്കിത് എന്തായാലും ചെക്ക് ചെയ്യാൻ വരുമ്പോൾ, അതായത് സിബിലൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ, സിബിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ തന്നെ മൾട്ടിപ്പിൾ അക്കൗണ്ട് ഒക്കെ വെച്ച് യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ എന്തായാലും ഈ ട്രാൻസ്ഫർ ചെയ്ത ടോക്കൺസ് വെച്ചിട്ട് സിബിൽ എന്തായാലും ഡിക്റ്റേറ്റ് ചെയ്യില്ല എന്നാണ് ഉറപ്പ്. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു KYC അങ്ങനെ എന്തെങ്കിലും ക്രൈറ്റീരിയ കൊണ്ടുവരും. നിങ്ങൾക്ക് മൾട്ടിപ്പിൾ അക്കൗണ്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ അക്കൗണ്ട് ചെയ്യാം. ഞാൻ എന്തായാലും ആകെ ഒരു അക്കൗണ്ട് മാത്രമാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മൾട്ടി ചെയ്യാനായിട്ട് ഈ പ്രോജക്റ്റിന് ഉദ്ദേശിക്കുന്നില്ല. കാരണം വലിയൊരു പ്രോജക്റ്റാണ്. നിങ്ങൾക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ മൾട്ടി വേണമെങ്കിൽ ചെയ്യാം. നല്ല സേഫ് ആയിട്ട് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങളുടെ മെറ്റാമാസ്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നിങ്ങൾക്ക് വരുന്നത് testnet.monad.xyz എന്ന സൈറ്റിലേക്കാണ്. ഇതെല്ലാത്തിൻ്റെ ലിങ്കുകൾ ഞാൻ വീഡിയോ എടുക്കുന്ന ഓർഡറിൽ തന്നെ എന്ത് ചെയ്യാം, നമ്മുടെ ടെലഗ്രാം ചാനൽ കൊടുക്കും. എല്ലാത്തിനും ലിങ്ക് കൊടുക്കാം. ആ ഓർഡറിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെയ്തു പോകാം. ഇതിൻ്റെ ഡെയിലി ഇൻട്രാക്ഷനും എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിന് ഡെയിലി ഇൻട്രാക്ഷനും എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയുടെ എൻഡിൽ നമ്മൾ പറയാം. അപ്പോൾ ഈ സൈറ്റിൽ വന്ന ശേഷം മാനുവലി ആഡ് നെറ്റ്വർക്ക് കൊടുക്കുക. അതിന് ശേഷം പറ്റും നമ്മൾ ആഡ് ടെസ്റ്റ്നെറ്റ് മെറ്റാമാസ്ക് കൊടുക്കും. ഇതെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മൊണാഡ് ടെസ്റ്റ്നെറ്റ് ബ്ലോക്ക് ചെയിനെ നമ്മുടെ മെറ്റാമാസ്കിലോട്ട് ആഡ് ചെയ്യുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മെറ്റാമാസ്ക് മാത്രമല്ല കേട്ടോ, ഫാൻറ്റം വാലറ്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാലറ്റ് ചെയ്യാം. ഞാനത് അപ്രൂവ് കൊടുക്കുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. മൊണാഡ് ടെസ്റ്റ്നെറ്റ് വന്നിട്ട് എന്നിട്ട് ഇതിൽ വന്നിട്ട് എൻ്റെ മെറ്റാമാസ്കിലേക്ക് മൊണാഡിൻ്റെ ബ്ലോക്ക് ചെയിൻ ആഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ താഴേക്ക് വരിക, കണ്ടിന്യൂ കൊടുക്കുക, കണക്റ്റ് വാലറ്റ് കൊടുക്കുക, മെറ്റാമാസ്ക് സെലക്ട് ചെയ്യുക, സൈൻ ഇൻ ചെയ്യുക. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റാമാസ്കിലൂടെ നമുക്ക് എന്ത് വേണം, ഈ ടെസ്റ്റ്നെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം, മൊണാഡിൻ്റെ കോയിൻസ് വേണം, ടെസ്റ്റ്നെറ്റ് കോയിൻസ് വേണം. നമ്മളെപ്പോഴും ടെസ്റ്റ്നെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഉപയോഗിക്കാറ്, നമുക്ക് വാല്യൂ ഇല്ലാത്ത അവർ തരുന്ന ടെസ്റ്റ്നെറ്റ് ടോക്കൺസ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാറ്, ടെസ്റ്റ്നെറ്റുകൾ ആക്ടിവേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇവിടെ ഇവർ തരുന്ന ഒരു ഫോസെറ്റ് ഉണ്ട്. പക്ഷേ ഈ ഫോസെറ്റ് ഇപ്പോൾ കാണാൻ പറ്റും ടെമ്പറലി പോസ്ഡ് ആണ്. സോ നമുക്ക് എന്ത് ചെയ്യില്ല, നമുക്ക് ഇപ്പോൾ പോസിറ്റ് ഉള്ള ഒരുപാട് പേർക്ക് അവരുടെ വാലറ്റിലോട്ട് എന്ത് തോന്നുന്നുണ്ട്, ഈ മൊണാഡിൻ്റെ ടെസ്റ്റ്നെറ്റ് ടോക്കൺസ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും എൻ്റെ ഒറിജിനൽ മെറ്റാമാസ്ക് അക്കൗണ്ട് ആണ്. അപ്പോൾ അതിൻ്റെ ഓൺ ചെയിൻ ആക്ടിവിറ്റി അനുസരിച്ച് മൊണാഡ് ടീം എന്ന് എനിക്കൊരു 8 കോയിൻ 9 കോയിൻ സംതിങ് അയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി കുറച്ച് ഇൻട്രാക്ഷൻ ചെയ്താണ് കുറച്ച് കോയിൻ പോയെന്നാണ്. പിന്നെ ഈ ബാലൻസ് എൻ്റെ 6.67 കോയിൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ മെറ്റാമാസ്കിൽ നിന്ന് എന്ത് ചെയ്യുന്നത്, എൻ്റെ ഒറിജിനൽ ഈ മൊണാഡ് എക്കോസിസ്റ്റം ആയിട്ട് ചെയ്യാൻ പോകുന്ന മെറ്റാമാസ്കിലേക്ക് ഞാൻ അയക്കാൻ പോവുകയാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, ഈ അഡ്രസ്സ് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം എന്ത് വരുന്നു, ഇവിടേക്ക് വന്നതിന് ശേഷം ഞാൻ സെൻഡ് എന്ന് വന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ആ അഡ്രസ്സ് പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം എത്ര മൊണാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത്, ഞാനിപ്പോൾ ഒരു 5 ടോക്കണാണ് കൊടുക്കാൻ പോകുന്നത്. 5.1 ടോക്കണാണ് കൊടുക്കാൻ പോകുന്നത്. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുന്നു, കൺഫേം കൊടുക്കുക. ആകെ ഒരു 10 സെക്കൻഡ് മാത്രം എടുത്തോളൂ. അപ്പോൾ അവിടെ നിന്ന് അയച്ച് കോയിൻസ് എന്തുണ്ട്, മൊണാഡ് കോയിൻസിൻ്റെ എൻ്റെ ഇപ്പോഴത്തെ വാലറ്റിലേക്ക് വന്നിട്ടുണ്ട്. മൊണാഡ് ടോക്കൺസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മൊണാഡിലെ എക്കോസിസ്റ്റമുള്ള ഒറ്റ പ്രോജക്റ്റ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്തായാലും മൊണാഡ് ടോക്കൺസ് കിട്ടേണ്ടത് അത്യാവശ്യമാണ്.
ടു വാലറ്റ് ട്രാൻസ്ഫർ കാണിച്ചത് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ മെയിൻ വാലറ്റിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ മൊണാഡിൻ്റെ ടോക്കൺ റിസീവ് ആയിട്ടുണ്ടെങ്കിൽ മാത്രം ചെയ്യാവുന്ന സ്റ്റെപ്പാണ്. ഇനി അല്ലാത്തവർക്ക് മൊണാഡിൻ്റെ ടെസ്റ്റിന് ടോക്കൺ കിട്ടാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഞാൻ അതിനുള്ള സ്റ്റെപ്പുകൾ, അതായത് ഇഷ്ടംപോലെ ഫോസറ്റുകളുണ്ട്, ഇതൊക്കെയാണ് ഫോസറ്റിൻ്റെ ലിങ്ക്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ ഫോസറ്റുകൾ ഒന്നും ഇപ്പോൾ വർക്കിംഗ് അല്ല, ഡൗൺ ആണ്, ഓൾമോസ്റ്റ് എല്ലാതും ഡൗൺ ആണ്. ഇവരുടെ മെയിൻ ഫോസറ്റ് എന്ന് പറയുന്നത് ഈ ടെസ്റ്റ് ഡോട്ട് മൊണാഡ് ഡോട്ട് XYZ എന്ന സൈറ്റാണ്, അതും ഇപ്പോൾ ഡൗൺ ആണ്. അത് വീണ്ടും വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ എന്തായാലും നമ്മുടെ ചാനലിൽ എന്തായാലും നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്നൊക്കെ ക്ലെയിം ചെയ്യാം. ഇതിൽ ചില ഫോസറ്റൊക്കെ ഇപ്പോൾ OWLTO എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊക്കെ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം വരും, നിങ്ങൾക്ക് 1000 പോയിന്റ് സംതിങ് OWLTO ഉള്ളിൽ വേണം. അതിന് വേണ്ടി നിങ്ങൾക്ക് ബ്രിഡ്ജും സ്വാപ്പ് അങ്ങനത്തെ അവരുടെ സൈറ്റിനുള്ളിൽ കുറച്ച് ആക്ടിവിറ്റി ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ പോയിന്റ് കിട്ടുള്ളൂ. അതുപോലെ ചില സൈറ്റുകളൊക്കെ കുറച്ച് നിബന്ധനകളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ കിട്ടുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് കിട്ടുന്ന വേറൊരു മെത്തേഡാണ്, സെക്കൻഡ് മെത്തേഡാണ്, ഈസി ആയിട്ട് കിട്ടുന്ന, ഫ്രീ ആയിട്ട് കിട്ടുന്ന വേറൊരു മെത്തേഡാണ് അടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ആദ്യം ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് നമ്മുടെ ടെലഗ്രാം ചാനൽ കൊടുക്കാം. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ കാണുന്ന ഒരു മെസ്സേജിലേക്ക് പോവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഇതിലേക്ക് വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 3 സ്റ്റെപ്പുകളാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളത്. അത് ഞാൻ വിശദമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ആദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, നിങ്ങൾ സെപ്പോളിയ എത്ത് നിങ്ങളുടെ വാലറ്റിൽ കൊണ്ടുവരിക. എന്താണ് സെപ്പോളിയ എത്ത്? ടെസ്റ്റ് നെറ്റ് ചെയ്യാനായിട്ടുള്ള എതീരിയത്തിൻ്റെ ഒറിജിനൽ വാല്യൂ അല്ലാത്ത ടെസ്റ്റ് നെറ്റ് ടോക്കണാണ് സെപ്പോളിയ എത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആ സെപ്പോളിയ എത്ത് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ആ സെപ്പോളിയ എത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ ഫ്രീ ആയിട്ട് ആദ്യം കളക്ട് ചെയ്യുക. അതിനുശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കിട്ടിയ സെപ്പോളിയ എത്തിനെ നിങ്ങൾ എന്ത് ചെയ്യണം, ബ്രിഡ്ജ് ചെയ്തത്, സെപ്പോളിയ എന്ന് പറയുന്നത് എന്താണ്, ഒരു ബ്ലോക്ക് ചെയിൻ ആണ്. സെപ്പോളിയ ബ്ലോക്ക് ചെയിനിൽ നിന്ന് മൊണാഡിൻ്റെ ബ്ലോക്ക് ചെയിനിലുള്ള എത്തിലേക്ക് എന്ത് ചെയ്യണം, ബ്രിഡ്ജ് ചെയ്യണം. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ മൊണാഡിൻ്റെ എത്തിലുള്ള മൊണാഡ് ബ്ലോക്ക് ചെയിനിലുള്ള എത്ത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ആ മൊണാഡ് എത്തിൽ നിന്ന് മൊണാഡ് മോൺ എന്ന് പറഞ്ഞ ടോക്കണിലേക്ക് സ്വാപ്പ് ചെയ്യണം. ഇതൊക്കെ എങ്ങനെ ചെയ്യാൻ നമ്മൾ കാണിച്ചു തരാം. ആദ്യം തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ ഇതിൽ ഏതെങ്കിലും സൈറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫോസറ്റിൽ നിന്ന് സെപ്പോളിയ എത്ത് കളക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറുള്ള ഈ 2 സൈറ്റാണ്. ഒന്ന് ക്ലൗഡ് ഡോട്ട് ഗൂഗിൾ സൈറ്റിനും പിന്നെ സെപ്പോളിയ ഫോസ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ലിങ്ക് കോപ്പി ചെയ്യുക. ക്രോമിൽ ഒന്ന് സെർച്ച് ചെയ്തതിന് ശേഷം എന്ത് ചെയ്തു, മെറ്റാമാസ്കിൽ വന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ മെറ്റാമാസ്കിൽ നിന്ന് എൻ്റെ മെറ്റാമാസ്കിൻ്റെ അഡ്രസ്സ് ഞാൻ കോപ്പി ചെയ്തെടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നത്, ഞാൻ ഇവിടെ വന്നിട്ട് ആ അഡ്രസ്സ് പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്തു, ഗെറ്റ് റിസീവ് 0.04 സെപ്പോളിയ എത്തുന്നു അടിച്ചു കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ കാണാൻ പറ്റും, ഞാൻ ഓൾറെഡി അക്വയർ ചെയ്തിട്ടുണ്ടെന്നതുകൊണ്ട് കാണുന്നത്. ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് എൻ്റെ മെയിൻ വാലറ്റിലാണ്. എന്നിട്ട് ഇത് എല്ലാം ഇവിടെ കംപ്ലീറ്റ് ആയതിനു ശേഷം മൊണാഡ് ടോക്കൺ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനാണ് എപ്പോഴും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എനിക്ക് സെപ്പോളിയ എത്ത് കിട്ടി കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു സൈറ്റിൽ നിന്ന് കിട്ടും. അല്ലാതെ എന്ത് ചെയ്യാൻ, ഞാൻ രണ്ടാം സൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സൈറ്റാണ്, സെപ്പോളിയ ഫോസറ്റ് PK910 സൈറ്റാണ്. സൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ സെപ്പോളിയ PW ഫോസറ്റ് ആണ്. അപ്പോൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് വേണം, ഇതിലൊരു നിബന്ധന ഉണ്ട്, ഗിറ്റ് കോയിൻ പാസ്പോർട്ട് സ്കോർ 2 വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ സ്റ്റോറി പ്രോട്ടോക്കോളിലെ ഒരു ഇലോൺ മസ്കിൻ്റെ ഫോട്ടോ ആയിട്ടൊരു വീഡിയോ നമ്മൾ എന്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ എടുക്കുന്നുണ്ട്. അതിൻ്റെ 3ാമത്തെ മിനിറ്റ് തൊട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് ഗിറ്റ് കോയിൻ പാസ്പോർട്ട് സ്കോർ മെച്ചപ്പെടുത്താനുള്ള വീഡിയോ നിങ്ങൾക്ക് അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 2 സ്കോർ മാത്രം മതി. അതിൽ ഗൂഗിളും ലിങ്ക്ഡിനും അതുപോലെ കുറച്ച് സോഷ്യൽ സൈറ്റ് കണക്ട് ചെയ്ത് 2 കിട്ടും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങൾ ഇവിടെ നിന്ന് മെറ്റാമാസ്കിൻ്റെ അഡ്രസ്സ് ഇവിടെ കോപ്പി ചെയ്തില്ലേ, അതേ അഡ്രസ്സ് ഇവിടെ കൊടുത്ത് കോപ്പി പേസ്റ്റ് ചെയ്തതിന് ശേഷം ഐ ആം ഹ്യൂമൻ എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, സ്റ്റാർട്ട് മൈനിങ് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫോസറ്റിൽ നിങ്ങളുടെ ഗിറ്റ് കോയിൻ പാസ്പോർട്ട് അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ 2 എതീറിയം ഒക്കെ 12 മണിക്കൂർ മൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ക്ലെയിം ആയിട്ട് ഓട്ടോമാറ്റിക് എന്ത് ചെയ്യാം, 12 മണിക്കൂർ കഴിഞ്ഞാൽ ക്ലെയിം ചെയ്യുക. ക്ലെയിം ചെയ്ത് എന്ത് പറ്റും, നിങ്ങളുടെ വാലറ്റിലേക്ക് ആ 2 എതീറിയം വരും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്തു, ഇപ്പോൾ നിങ്ങൾക്ക് എതീറിയം കിട്ടി. എന്ത് എതീറിയം അത് കിട്ടും, സെപ്പോളിയ എതീറിയമാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്ക് നാക്കിന് ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് കുറച്ച് വഴുതി പോകുന്നത്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രിഡ്ജ് സെപ്പോളിയ എത്തിട്ട് മൊണാഡ് എത്താണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് ഓർബിറ്റർ ഫൈനാൻസ് എന്ന് പറഞ്ഞൊരു സൈറ്റാണ്. അപ്പോൾ ഇതാണ് ഓർബിറ്റർ ഫൈനാൻസ്. ഇവിടെ വന്നതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ സെപ്പോളിയ എന്ന് എന്ത് ചെയ്യുക, ഇവിടെ സെർച്ച് ചെയ്യുക, സെപ്പോളിയ എത്ത് ചൂസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ താഴെ ഏതിലേക്കാണ് നിങ്ങൾ ബ്രിഡ്ജ് ചെയ്യാൻ പോകുന്നത്, മൊണാഡ് സെപ്പോളിയയുടെ ചെയിനിലേക്കാണ് ബ്രിഡ്ജ് ചെയ്യാൻ പോകുന്നത്. ഏത് കോയിനാണ് ബ്രിഡ്ജ് ചെയ്യുന്നത്, എതീറിയം കോയിൻ. അതിനുശേഷം എന്ത് ചെയ്തു, നിങ്ങളുടെ കയ്യിലുള്ള സെപ്പോളിയ കോയിൻ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഫുൾ അടിക്കണമെങ്കിൽ ഫുൾ അടിക്കുക. അപ്പോൾ എൻ്റെ 4 എതീറിയം ഉണ്ട്, 4 എതീറിയം അടിക്കണമെങ്കിൽ 4 എതീറിയം അടിക്കാം. അതിനുശേഷം എന്ത് ചെയ്യുക, 0.5 ആണ് ഞാൻ കൊടുത്തത്. അപ്പോൾ അതിനനുസരിച്ച് 0.495 എതീറിയം എനിക്ക് കിട്ടും. എൻ്റെ എന്താ ഇവിടെ ബ്രിഡ്ജ് സ്വിച്ച് കാണും, അത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഈ സൈറ്റ് ഒരു ചെറിയൊരു ലാഗ് ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പെൻഡിങ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. എനിക്ക് കുറച്ച് നേരത്തെ വർക്ക് ചെയ്യണമെന്നു, ഇപ്പോഴാണ് വർക്ക് ആവാത്തത്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ എന്ത് ബ്രിഡ്ജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, മെറ്റാമാസ്ക് ഒന്നും സൈൻ ഇൻ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കോട്ടിട്ട് കൊടുത്തിട്ട് ശേഷം നിങ്ങൾ ബ്രിഡ്ജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രിഡ്ജ് ചെയ്ത മൊണാഡ് എതീറിയത്തിനെ, മൊണാഡ് സെപ്പോളിയയിലുള്ള എതീറിയത്തിനെ സ്വാപ്പ് ചെയ്ത് മൊണാഡ് മോണാക്കി മാറ്റണം. അതിനായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് മൊണാഡിൻ്റെ തന്നെ ഒരു ആപ്പായ ആംബിയൻ ഫൈനാൻസ് എന്ന് പറഞ്ഞ ഒരു ആപ്പാണ്. അപ്പോൾ ആംബിയൻ ഫൈനാൻസിലേക്ക് വരുന്നു. അതിനുശേഷം എന്ത് ചെയ്തു, ഞാനിവിടെ വാലറ്റ് കണക്ട് ചെയ്യുക, മേലെ പോയിട്ട് വാലറ്റ് കണക്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, എതീറിയം ഇവിടെ ചൂസ് ചെയ്യുക. ഏത് എതീറിയമാണ്, മൊണാഡ് ടെസ്റ്റ്നെറ്റിലാണ് എതീറിയം. ഞാനിപ്പോൾ തന്നെ ബ്രിഡ്ജ് ചെയ്ത് കൊണ്ടില്ലേ. അപ്പോൾ അങ്ങനെ മൊണാഡ് ടെസ്റ്റ്നെറ്റിലുള്ള എതീറിയത്തിന് ഞാൻ ഇതിലേക്ക് മാറ്റണം, മൊണാഡ് എന്ന് പറഞ്ഞ കോയിനിലേക്ക് മാറ്റണം. ഇതെല്ലാം നമുക്ക് ആവശ്യം ടെസ്റ്റ്നെറ്റിനുള്ളത്. അപ്പോൾ കോയിനിലേക്ക് മാറ്റുന്നു. എത്രയാണ് എനിക്ക് ആവശ്യം, ഇപ്പം എൻ്റെ ഒരു 0.3 ആണ് കാണുന്നത്. 0.3 ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കാതെ എനിക്ക് എന്തായാലും ഗ്യാസ് ഫീസ് ഒക്കെ വരില്ല. അപ്പോൾ ഞാൻ എന്ത് 0.29 എന്ന് പറഞ്ഞൊരു എമൗണ്ട് ആണ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് അനുപാതികമായിട്ടുള്ള മൊണാഡ് ടോക്കൺ എനിക്ക് ഇവിടെ എഴുതി കാണിക്കും.
അപ്പോൾ എനിക്ക് കാണാൻ പറ്റും 0.29 കൊടുത്തു കഴിഞ്ഞാൽ 1.24 ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനനുസരിച്ച് എന്ത് ചെയ്യും മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇതിൽ ഗ്രാഫ് കണ്ടില്ലേ, ഇതിനനുസരിച്ചാണ് എന്ത് ചെയ്യുക പ്രൈസ് ഇവിടെ മാറിക്കൊണ്ടിരിക്കുക. ഞാൻ എന്ത് ചെയ്യുന്നു അപ്രൂവ് കൊടുക്കുന്നു. എൻ്റെ അപ്രൂവ് കൊടുത്തു. അതിനുശേഷം ഞാൻ അത് കൺഫേം കൊടുക്കുന്നു. സബ്മിറ്റ് സ്വാപ്പ് കൊടുക്കുന്നു. അതിനുശേഷം അത് കൺഫേം കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 1.26 മൊണാഡ് കോയിൻ എനിക്ക് സെപ്പോളി സ്വാപ്പ് ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആവാൻ വേണ്ടി ചിലപ്പോൾ കുറച്ച് ടൈമൊക്കെ എടുക്കും, കാരണം ഇത് ടെസ്റ്റ് നെറ്റ് സൈറ്റാണ്. സോ അതുകൊണ്ട് അതിൻ്റേതായ കുറേ ഡിഫിക്കൽട്ടീസും കുറച്ച് പ്രോബ്ലംസൊക്കെ എന്താണ് ഈ സൈറ്റ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് ക്ഷമയോടെ വേണ്ടതൊക്കെ ചെയ്യാനായിട്ട് ചിലപ്പോൾ കുറേ എറേഴ്സൊക്കെ നിങ്ങൾ കണ്ടെന്ന് വരാം. അപ്പോൾ എന്ത് ചെയ്യണം, വീണ്ടും റീഫ്രഷ് ഒക്കെ ചെയ്ത് അല്ലെങ്കിൽ ബ്രൗസർ ക്ലോസ് ചെയ്ത് അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളിവിടെ ഡിലീറ്റ് ബ്രൗസിങ് ഡാറ്റ നിൽക്കിയതിന് ശേഷം അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് നിങ്ങൾ ഈ 2 സാധനം മാത്രം കുക്കീസ് ആൻഡ് അതർ സൈറ്റും ക്യാഷ്ഡ് ഇമേജസും മാത്രം സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക ഡിലീറ്റ് ചെയ്ത് കളയുക. അതിനുശേഷം എന്ത് ചെയ്യുക ബ്രൗസർ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും എടുക്കുക. എന്നിട്ട് അങ്ങനെയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. എന്നാൽ മാത്രം എന്ത് ചെയ്യുക കുറേ സൈറ്റുകളൊക്കെ വർക്ക് ആവുള്ളൂ. ചിലപ്പോൾ മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യാത്ത വരാത്ത ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യുക. ഇപ്പോൾ നമുക്ക് എന്തായുണ്ട്, എൻ്റെ ഈ ഒരു മെയിൻ വാലറ്റിലാണ് എൻ്റെ ഉള്ളത് ഈ മൊണാഡ് ടോക്കൺ ഉള്ളത്. ഞാൻ എന്ത് ചെയ്യുക സെയിം ചെയ്ത പോലെ തന്നെ ഈ ഒരു വാലറ്റിൽ നിന്ന് ഞാൻ ടെസ്റ്റ് നെറ്റ് ചെയ്യുന്ന ആ വാലറ്റിലേക്ക് എന്ത് ചെയ്യുക മൊണാഡ് ടോക്കൺ അയക്കുക. നിങ്ങൾ മെയിൻ വാലറ്റിലാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അയക്കാൻ നിൽക്കേണ്ട, നിങ്ങൾ ഈ വാലറ്റിൽ തന്നെ ചെയ്താൽ മതി. ഇനി നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ട ഈ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, അതായത് നിങ്ങളുടെ മെയിൻ വാലറ്റ് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ആദ്യമായിട്ടൊക്കെ ടെസ്റ്റ് നെറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു മെറ്റാമാസ്ക് ഒരു പ്രാവശ്യം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വേറൊരു മെറ്റാമാസ്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ അതേ സെയിം വാലറ്റ് തന്നെ യൂസ് ചെയ്താൽ മതി. അടുത്തായിട്ട് നമുക്കുള്ളത് ഒരു കോൺട്രാക്റ്റ് ഡിപ്ലോയ് ആളുകളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, OWT സൈറ്റ് ഉണ്ട്, നമ്മൾ ലിങ്ക് നമ്മൾ കൊടുക്കുന്നതാണ്. കണക്ട് വാലറ്റ് കൊടുക്കുക, മെറ്റാമാസ്ക് ചൂസ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ഡിപ്ലോയ് എന്ന് പറഞ്ഞു കൊടുക്കുക, കൺഫേം കൊടുക്കുക. നമ്മുടെ സ്മാർട്ട് കോൺട്രാക്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഓൾറെഡി ഡിപ്ലോയ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം 1, 2, 3 പ്രാവശ്യം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും സ്മാർട്ട് കോൺട്രാക്റ്റ് ഡിപ്ലോയ് ആക്കാം. പക്ഷേ അതിന് എന്ത് കൊടുക്കണം, നിങ്ങൾ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും നിങ്ങൾ ഗ്യാസ് ഫീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കൺഫേം കൊടുക്കുക. രണ്ടാമത് എന്ത് ചെയ്യും, വീണ്ടും ഒരു സ്മാർട്ട് കോൺട്രാക്റ്റ് നമ്മൾ ഡിപ്ലോയ് ഉണ്ട്. നമ്മൾ സ്റ്റോറി നെറ്റ്വർക്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതുപോലെ സ്മാർട്ട് കോൺട്രാക്റ്റ് ഡിപ്ലോയ് ചെയ്യുന്ന മെത്തേഡ് മാനുവലായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ഈസി ആയിട്ട് ഡിപ്ലോയ് കൊടുക്കുമ്പോൾ മൊണാഡിൻ്റെ ടെസ്റ്റ് നെറ്റാണ് ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ എന്താണ് ഒരു സ്മാർട്ട് കോൺട്രാക്റ്റ് നമ്മൾ എന്ത് ഡിപ്ലോയ് ചെയ്യുന്നതാണ് കണ്ടിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ പ്രാവശ്യം നമ്മൾ എന്താണ് ഓരോ ട്രാൻസാക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത് ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയുള്ളൂ സ്മാർട്ട് കോൺട്രാക്റ്റ് ഡിപ്ലോയ്മെൻറ്റ്. ഇനി അടുത്താണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ടെസ്റ്റ് നെറ്റ് എക്കോ സിസ്റ്റത്തിലെ ഡാപ്സുകൾ. അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയി നോക്കുന്നത്. ടെസ്റ്റ് നെറ്റിലെ എക്കോ സിസ്റ്റം ഡാപ്സിലുള്ള ഇൻട്രാക്ഷൻ ആയിരിക്കും മോസ്റ്റ്ലി ഈ എയർ ഡ്രോപ്പിൽ ഏറ്റവും ക്രൂഷ്യൽ ആവാൻ പോകുന്നത്. ഇപ്പോൾ നമുക്ക് എടുക്കുമ്പോൾ കാണാൻ പറ്റും ഇവിടെ നമ്മുടെ വാലറ്റിൻ്റെ ഫോസറ്റ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു സെറ്റിൻ്റെ താഴേക്ക് ഒന്ന് സ്ക്രോൾ ചെയ്ത് നമുക്കിവിടെ ഫസ്റ്റ് ട്രേഡ് എന്ന് പറഞ്ഞിട്ട് യൂണിസാപ്പ് പ്രൊവൈഡ് ആയിട്ടുള്ള 3 സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് കോയിൻ മേടിക്കാനാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ കയ്യിൽ എത്രയുള്ള മൊണാഡ് ടോക്കൺ ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ വാലറ്റ് ഇവിടെ കണ്ടു ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 0.001 എന്ന് പറഞ്ഞ മൊണാഡ് ടോക്കൺ കൊടുക്കുന്നു. എന്നിട്ട് ബൈ ഡാക്ക് എന്ന് കൊടുക്കുന്നു. ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, അത് കൺഫേം കൊടുക്കുന്നു. പക്ഷേ നമുക്ക് കാണാൻ പറ്റും നെറ്റ്വർക്ക് ഫീ മാത്രമായിട്ട് 0.02 പോകുന്നുണ്ട്. ഞാനാകെ 0.001 മാത്രം കൊടുക്കുന്നുള്ളൂ നെറ്റ്വർക്ക് ഫീ. അതിനേക്കാൾ കൂടുതൽ ഹയർ ആണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ആ ട്രാൻസാക്ഷൻ കൺഫേം കൊടുത്ത് കഴിയുമ്പോൾ എന്ത് ചെയ്തു, ആ ട്രാൻസാക്ഷൻ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആ കോയിൻ നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ 0.001 മൊണാഡിന് നമ്മൾ ഡാക്ക് എന്ന് പറഞ്ഞാൽ കോയിൻ മേടിച്ചിട്ടുണ്ട്. നമ്മളിവിടെ കാണാൻ പറ്റും 00 ഒരു ഡാക്കിൻ്റെ വില 0.11 മൊണാഡാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇവിടെ വേറെ ഏതെങ്കിലും നമുക്ക് കുറച്ച് ഡിഫൈ ആപ്പുകൾ നമ്മൾ പരിചയപ്പെടുത്താം. അവിടെ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഒരു കോയിൻ പ്രൈസ് കുറവിൽ മേടിച്ച് വെച്ചിട്ട് എന്ത് ചെയ്യാം, പ്രൈസ് കൂടുമ്പോൾ അതിനെ വീണ്ടും കൺവേർട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ആക്കാം മൊണാഡിൽ നിന്ന് അല്ലെങ്കിൽ ഡാക്കിൽ നിന്ന് അത് മൊണാഡിലേക്ക് മാറ്റാം. നമ്മൾ വഴിയെ പോകുമ്പോൾ ഡാപ്സിൽ കാണിച്ചു തരാം. അതുപോലെ തന്നെ ഈ 2 കോയിനോട് എന്ത് ചെയ്യുക, ഇതുപോലെ തന്നെ നമുക്കൊരു ചെറിയ എമൗണ്ടിന് എന്ത് ചെയ്യുക 0.001 അതുപോലെ എന്ത് ചെയ്യുക ഇതും 0.001 എന്ത് ചെയ്യുക മേടിച്ച് ചെയ്യാൻ നോക്കുക. കഴിഞ്ഞ് താഴേട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഫീച്ചേർഡ് ആപ്സ് കാണാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലുള്ള ഫീച്ചേർഡ് ആപ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോന്നിൽ ഇൻട്രാക്ട് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പ്ലോർ ദ ഫുൾ മൊണാഡ് എക്കോസിസ്റ്റം കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, ഇവിടെ നിങ്ങൾക്ക് ഫുൾ എക്കോസിസ്റ്റത്തിൻ്റെ ലിസ്റ്റ് ഇവിടെ കാണാൻ പറ്റും. നമുക്കറിയാം നമ്മൾ സ്റ്റോറി പ്രോട്ടോകോൾ ചെയ്തപ്പോഴും മൂവ്മെൻറ്റ് പ്രോട്ടോകോൾ ചെയ്തപ്പോഴും ആ ഒരു മൊണാഡ് എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ചെയിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ സ്റ്റോറി എന്ന് പറഞ്ഞ ബ്ലോക്ക് ചെയിൻ്റെ ഉള്ളിൽ എന്തോ ആ ബ്ലോക്ക് ചെയിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന ഒരുപാട് ഡിഫൈ ആപ്സും അതുപോലെ ഡീപിന്നും അതുപോലെ പലതരത്തിലുള്ള AI ആപ്സുകളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകും, നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ മാക്സിമം എൻഗേജ് ചെയ്തവർക്ക് അത്രയധികം പ്രോഫിറ്റ് കിട്ടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് മൊണാഡിൽ ഇതുവരെ അവർക്ക് എന്തില്ല ഒരു ക്വസ്റ്റ് സിസ്റ്റം ഇല്ല. അതായത് നിങ്ങളിപ്പോൾ ഇത്ര സംഭവം കംപ്ലീറ്റ് ചെയ്തു, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും കുറേ ഇത്ര സാധനം കംപ്ലീറ്റ് ചെയ്യണം, ഇന്നതൊക്കെ കംപ്ലീറ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ് സിസ്റ്റം മൊണാഡിനില്ല. അപ്പോൾ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ മാക്സിമം എക്കോ സിസ്റ്റത്തിലുള്ള എത്രയധികം ടാപ്പുകളുണ്ടോ അതിൽ ഏതൊക്കെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുമോ അതിലെല്ലാത്തിലും ഇൻട്രാക്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്നത്, അതായത് നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്തിരിക്കുക. അപ്പോൾ നിങ്ങളുടെ മാക്സിമം ചിലപ്പോൾ എല്ലാത്തിലും ചിലപ്പോൾ നിങ്ങൾക്ക് വാലറ്റ് കണക്ട് ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒഴിവാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം കുറച്ചധികം ഡാപ്പുകൾ ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ അതിലെന്ത് ചെയ്യുക, എല്ലാത്തിലും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാം.
ഇതല്ലാതെ ഇനിയും എന്ത് ചെയ്യും, ഈ സൈറ്റിൽ വീണ്ടും വീണ്ടും ഡാപ്പുകൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അതൊക്കെ ഞാൻ ഇവിടെ കൊടുക്കും. നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ് ടു ഡേറ്റ് ആയിട്ട് എന്ത് ചെയ്യാം, പുതിയ തന്നെ ഡാപ്പുകൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതുള്ള ഇൻഫർമേഷൻ കൊടുക്കാം. ഇപ്പോൾ പറയാൻ പോകുന്ന ഡാപ്പുകളിലെ ഇൻഫർമേഷൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്തായാലും ചാനലിൽ എഴുതില്ല. അതിന് പകരം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്, ഓരോ ഡാപ്പ് എടുത്തിട്ട് എന്താണ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് നാവിഗേറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ആക്ടിവിറ്റി ചെയ്യണമെന്ന് മനസ്സിലാക്കാം. ഈ പറയുന്ന ഡാപ്പുകളിൽ എല്ലാത്തിലും നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ട്രാൻസാക്ഷൻസ് വരുത്താൻ നോക്കുക. എനിക്കറിയാം ഒരുപാട് ടൈം എടുക്കും, ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള ടൈം, നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രീ ഉള്ള ടൈം, നിങ്ങൾക്കിപ്പോൾ 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ, 5 മണിക്കൂർ, എത്ര മണിക്കൂർ വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാം. മാക്സിമം ഡാപ്പുകളിലൊക്കെ എന്ത് ചെയ്യുക, ഇൻട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യും, പോയിന്റ് കിട്ടാനായിട്ട് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള റിവാർഡ് കിട്ടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ മാക്സിമം എല്ലാ ഡാപ്പുകളിലും 5ലോ 10ലോ അധികം ട്രാൻസാക്ഷൻ ചെയ്യാൻ നോക്കുക. ഡെയിലി ഞാൻ പറയുകയാണെങ്കിൽ ഒരു ഡാപ്പിൽ 5 ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ 10 ട്രാൻസാക്ഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ നല്ലതായിരിക്കും. ഇതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ പറയാൻ പോകുന്ന ഡാപ്പുകളൊക്കെ ഓരോ നിങ്ങൾ തുറക്കുമ്പോൾ എന്ത് ചെയ്യുക, അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ബുക്ക് മാർക്ക് ഫോൾഡറിൽ എന്ത് ചെയ്യുക, ഒരു ഫോൾഡർ ഉണ്ടാക്കുക. എന്നിട്ട് അതിലേക്ക് ആഡ് ചെയ്യുക. അതെങ്ങനെയാണ് ചെയ്യുക, നിങ്ങൾ ഈ ഒരു 3 ഡോട്ടിൽ വരിക. അതിന് ശേഷം എന്ത് ചെയ്യുക, ബുക്ക് മാർക്സ് ആൻഡ് ലിസ്റ്റിൽ വന്നിട്ട് ഷോ ഓൾ ബുക്ക് മാർക്ക് അല്ലെങ്കിൽ ഷോ ബുക്ക് മാർക്ക് ബാർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ബാർ കാണാൻ പറ്റും. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ റൈറ്റ് ക്ലിക്ക് അടിച്ചതിന് ശേഷം ആഡ് ഫോൾഡർ എന്ന് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, പുതിയൊരു ഫോൾഡർ ഉണ്ടാക്കുക. ഞാൻ ഉണ്ടാക്കുന്നത് എക്കോസിസ്റ്റം ആണ്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് പരിചയപ്പെടുത്താൻ പോകുന്ന എക്കോസിസ്റ്റം പ്രോജക്റ്റ് കുരു എന്ന് പറഞ്ഞ ഒരു എക്കോസിസ്റ്റം പ്രോജക്റ്റാണ്. അപ്പോൾ ഇതിലെന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് ഈ ഒരു സ്റ്റാർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഞാനിപ്പം റിമൂവ് ചെയ്ത് കാണിച്ചു തരാം. സ്റ്റാർ ക്ലിക്ക് ചെയ്തിട്ട് എക്കോസിസ്റ്റം എന്ന ഫോൾഡർ സെലക്ട് ചെയ്യുക, ഡണ്ണ് കൊടുക്കുക. ഡണ്ണ് കൊടുത്ത് എന്ത് പറ്റും, ഈ എക്കോസിസ്റ്റത്തിൻ്റെ ഉള്ളിൽ ഈ ഒരു പ്രൊജക്റ്റ് അടങ്ങുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ എല്ലാ എക്കോസിസ്റ്റത്തിൻ്റെ പ്രൊജക്റ്റുകളൊക്കെ എന്ത് ചെയ്യുക, അതുപോലെ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി നിങ്ങൾക്ക് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് ഓരോ സ്ഥലത്ത് പോകേണ്ട ആവശ്യമില്ല. കാരണം ഈ മൊണാഡ് എക്കോസിസ്റ്റത്തിൽ ഒരുപാട് കിടക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഫിൽറ്റർ ഉപയോഗിച്ചിട്ട് ഇൻഫ്ര മാറ്റിയതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങളിപ്പോൾ ഡിഫൈ ആണ് എടുക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യങ്ങൾ എടുക്കാം ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതുപോലെ നിങ്ങൾ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ഇൻട്രാക്ട് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ല പ്രോജക്റ്റുകൾ ഇൻട്രാക്ട് ചെയ്യണമെങ്കിൽ അതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോന്നും തുറന്ന് വെറുതെ സമയം കളയേണ്ടി വരും. അതിനെ നല്ലത് നല്ല കറക്റ്റായിട്ട് എല്ലാ മോഡലും എഴുതി വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ പ്രൊജക്റ്റായ കുരുവിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, തുറന്ന് വരുമ്പോൾ ഇവിടെ ക്രിയേറ്റ് വാലറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ടാവും. നിങ്ങൾ വെറുതെ സർഫ് ചെയ്യാനാണ് പോകണമെന്നുള്ള ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, അതിനുശേഷം ഇവിടെ വാലറ്റ് കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യുക. അല്ലാതെ നിങ്ങൾ മറ്റോടൊരു പുതിയ വാലറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കുരുവിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ പുതിയൊരു വാലറ്റ് ഉണ്ടാവുക. പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, എല്ലാ ആക്ടിവിറ്റീസ് എവിടെ വേണം സ്റ്റോർ ആവാനായിട്ട്, നിങ്ങളുടെ മെറ്റാ മാസ്കിൽ വേണം എന്ത് ചെയ്യാനായിട്ട്, സ്റ്റോർ ചെയ്യാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ മെറ്റാ മാസ്ക് എന്ത് ചെയ്യുക, അക്കൗണ്ടോടെ കണക്റ്റ് ആക്കി വയ്ക്കുക. അതിനുശേഷം ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്, ഒന്ന് ലൈറ്റും പ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈറ്റ് ഓപ്ഷൻ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് ഇങ്ങനെ സ്വാപ്പ് ചെയ്യാൻ പറ്റും. മറ്റേതാണെങ്കിൽ ഓരോ കോയിൻ എടുക്കേണ്ടി വരും. ഞാൻ സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, കാരണം ഇവിടെ നിങ്ങൾക്ക് എത്ര കോയിൻ മേടിച്ചു, ഏതൊക്കെ കോയിൻ മേടിച്ചു എന്നുള്ള കാര്യം ഒന്നും ഇവിടെ നോക്കാൻ പോകുന്നില്ല. നിങ്ങൾ എന്താ മതി, ലൈറ്റ് കോയിൻ എടുക്കുക. ലൈറ്റ് എടുത്താലും പറഞ്ഞാൽ ഏറ്റവും എളുപ്പം. അതിനുശേഷം എന്ത് ചെയ്യുക, മൊണാഡ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. അതിനുശേഷം എന്ത് ചെയ്യുക, താഴെ നിങ്ങൾ ഏതെങ്കിലും ഒരു ടോക്കൺ എടുക്കുക. ഇവിടെ എന്താണ് ചെയ്യുന്നത്, ഏതെങ്കിലും ഒരു മിം കോയിൻ പോലത്തെ ഒരു ടോക്കൺ നിങ്ങൾ മേടിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഡാക്ക് സെലക്ട് ചെയ്യുന്നു. ഇഷ്ടംപോലെ ടോക്കണാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു എമൗണ്ട് അടിച്ചു കൊടുക്കുക. ഞാൻ ഏറ്റവും ചെറിയ എമൗണ്ടാണ് കൊടുക്കുന്നത്, കാരണം എൻ്റെ കയ്യിൽ എന്തുണ്ട്, ആകെ കുറച്ച് മൊണാഡ് ടോക്കൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 0.001 കൊടുക്കുമ്പോൾ എനിക്ക് എത്രയാണ്, 0.009 ഡാക്ക് ടോക്കണാണ് കിട്ടുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുക, സ്വാപ്പ് ക്ലിക്ക് ചെയ്യുക, കൺഫേം കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാം, നിങ്ങൾക്ക് ഗ്യാസ് ഫീസ് ആയിട്ട് 0.01 ആണ് ഗ്യാസ് ഫീസ് ആയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ചെയ്യുന്ന എമൗണ്ടിനേക്കാളും കൂടുതൽ ട്രാൻസാക്ഷൻ ഗ്യാസ് ഫീ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ബാലൻസ് അനുസരിച്ച് മാത്രം എന്ത് ചെയ്യുക, എല്ലാ ട്രാൻസാക്ഷനും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിങ്ങനെ എല്ലാ ഡാപ്പിലും ഇത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അതിനുശേഷം എന്ത് ചെയ്യുക, കൺഫേം കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, കൺഫേം ആയി, ആ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി. എൻ്റെ കണ്ടില്ലേ ഇവിടെ ട്രാൻസാക്ഷൻ 11. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ട്രാൻസാക്ഷൻ ചെയ്ത് ഒരു 1000 മേലെ ഇങ്ങനെ ചറപറ ചെയ്യേണ്ട. പക്ഷേ പല ഡാപ്പുകളിലും ഇങ്ങനെ തുറന്ന് വെച്ച് പല ടാപ്പുകൾ തുറന്ന് വെച്ചിട്ട് ചറപറ ട്രാൻസാക്ഷൻ ഒരു 10 മിനിമം ട്രാൻസാക്ഷൻ ഡെയിലി ചെയ്ത് പോവുകയാണെങ്കിൽ നല്ല റാങ്ക് അതുപോലെ നല്ല പ്രോഫിറ്റ് കിട്ടാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറൊരു ടോക്കൺ മേടിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ട് 0.001 മാറ്റിയിട്ട് വേണമെങ്കിൽ വീണ്ടും ഒരു 0.01 ചേർത്തിന് വേണമെങ്കിൽ മേടിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വേറെ ഇഷ്ടംപോലെ ടോക്കൺസ് ഇവിടെ ഉണ്ട്, അത് വേണമെങ്കിൽ മേടിക്കാം. ഇല്ല പ്രോ വെർഷനാണ് ഉപയോഗിക്കുന്നത്, എന്ത് ചെയ്യുക, നിങ്ങൾ വെറുതെ ഏതെങ്കിലും ഒരു ടോക്കൺ അവിടെ കണ്ട നമ്മൾ താഴെ ഒരു ടോക്കൺ സെലക്ട് ചെയ്തില്ലേ, അതുപോലെ തന്നെയാണ് ഇവിടെ ടോക്കൺ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങളിവിടെ മേടിക്കുക. ഇനി ഇവിടെ അടുത്തൊരു ഓപ്ഷൻ ഉണ്ട്, ലോഞ്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു പുതിയ ടോക്കൺ ഉണ്ടാക്കാം. പക്ഷേ ഇങ്ങനെ ടോക്കൺ ഉണ്ടാക്കുമ്പോൾ എന്ത് വരും, നിങ്ങൾക്ക് കുറച്ച് ഫീ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. നിങ്ങൾക്ക് ടോക്കൺ ഉണ്ടെങ്കിൽ ഫീ ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, നിങ്ങളിവിടെ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. നിങ്ങളുടെ പേര് ഇപ്പോൾ ഞാനിവിടെ ക്രിപ്റ്റോ മങ്കി, അതിനുശേഷം ടിക്കർ എന്താണ്, ബിറ്റ് കോയിൻ്റെ പേരാണ് BTC അല്ല, അതുപോലെ ക്രിപ്റ്റോ മങ്കി ഞാൻ പേര് CM എന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുക, എന്തെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളോട് കാണിക്കേണ്ടത് നിങ്ങൾക്ക് എന്തില്ല 0.75 മൊണാഡെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് വേണമെന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും വലിയൊരു ടോക്കൺ കൊടുക്കണം. പക്ഷേ എൻ്റെ കയ്യിൽ ഓൾറെഡി 4 മൊണാഡ് ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട് എനിക്കിവിടെ കാണാത്തത്, ഈ കുരുവിൻ്റെ ഉള്ളിൽ ഒരു വാലറ്റ് ഉണ്ട്, ആ വാലറ്റിലേക്ക് വേണം നമ്മൾ ഫണ്ട് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ വാലറ്റിന് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡെപ്പോസിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഈ മൊണാഡിൽ നിന്ന് കുരുവിൻ്റെ വാലറ്റിലേക്ക് എന്ത് ചെയ്യുക, ആ എമൗണ്ട് അയക്കുക. അപ്പോൾ 1 ആണ് ഞാൻ അയക്കുന്നുണ്ടെങ്കിൽ 1 ഇവിടെ അയച്ച് ഡെപ്പോസിറ്റ് എന്ത് പറ്റും, അത്
ത്രൂ വാലറ്റിലേക്ക് വരുന്നു. വാലറ്റിലേക്ക് വന്നാൽ എന്ത് പറ്റും, ആ വാലറ്റ് ഇവിടെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അപ്പോൾ 0.75 നീഡ് എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ കാണില്ല, പകരം എന്ത് ചെയ്യും, ക്രിയേറ്റ് ടോക്കൺ ഓപ്ഷൻ കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ കയ്യിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു 50-60 ടോക്കണൊക്കെ ഉണ്ട്, മൊണാ ടോക്കണൊക്കെ ഉണ്ടെന്ന് മാത്രം എന്താ മതി, ടോക്കണൊക്കെ ഇപ്പോൾ ഉണ്ടാക്കിയാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ട്രേഡ് ചെയ്ത് മാത്രം എന്ത് ചെയ്യുക, അതുപോലെ ചെറിയ ചെറിയ ട്രേഡ് അത് മാത്രം ഉണ്ടാക്കിയാൽ മതി. അല്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങളുടെ കയ്യിലുള്ള ടോക്കൺസ് വെറുതെ ഇങ്ങനെ കുറേ പോകും, നിങ്ങൾക്ക് കുറേ ഡാപ്പുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് എല്ലാ ഡാപ്പിലായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് വേണം, നമുക്ക് മൊണാ ടോക്കൺ തന്നെ വേണം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരു ഡാപ്പിൽ. അടുത്ത ഡാപ്പിലേക്ക് നമുക്ക് പോകാം. രണ്ടാമത്തെ ഡാപ്പ് എന്ന് പറയുന്നത് കിൻസു എന്ന് പറഞ്ഞ ആപ്പാണ്. അപ്പോൾ ഇത് അത്യാവശ്യം കുറച്ച് ഫണ്ടിങ് ഉള്ള ഒരു നല്ല ഡാപ്പാണ്. അപ്പോൾ എന്ത് ചെയ്യാതെ നിങ്ങൾ ഡിസ്കോഡിലൊക്കെ എന്ത് ചെയ്യുക, സേവ് ചെയ്ത്. രണ്ടാമത്തെ ഡാപ്പ് എന്ന് പറഞ്ഞാൽ കിൻസു എന്നൊരു ആപ്പാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇതിൻ്റെ ഡിസ്കോഡിലൊക്കെ സേവ് ചെയ്ത് വയ്ക്കുക. കാരണം അത്യാവശ്യം കുറച്ച് ഫണ്ടുള്ള ആപ്പാണ്. അപ്പോൾ നമുക്ക് ഡിസ്കോഡിൽ സ്പേസ് ഉണ്ടെങ്കിൽ ഇവർ ഡിസ്കോഡിലൊക്കെ ജോയിൻ ചെയ്ത് വയ്ക്കുക. അതിനുശേഷം എന്തെയ്യുക, നിങ്ങളിവിടെ എൻ്റെ മേലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കണക്ട് വാലറ്റ് കാണാൻ പറ്റും. നിങ്ങൾ കണക്ട് വാലറ്റ് എടുക്കുക, മെറ്റാമാസ്ക് സൈൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്കിവിടെ ചെയ്യാനുള്ള ആക്ടിവിറ്റി സ്റ്റേക്ക് മോണാണ്. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് അതിനുള്ള 0.001 ഈ ഒരു എമൗണ്ട് മിനിമം എങ്കിലും വേണമെന്ന് എന്ത് ചെയ്യുക, അത് നിങ്ങൾ സ്റ്റേക്ക് ചെയ്യുക. അപ്പോൾ ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഫെയിൽ ആവും, കാരണം ഞാൻ ഓൾറെഡി ഈ ഒരു എമൗണ്ടിന് സ്റ്റേക്ക് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ഒരു എമൗണ്ട് ഇനി വീണ്ടും സ്റ്റേക്ക് ചെയ്തുകൊണ്ട് ചിലപ്പോൾ എന്ത് ഫെയിൽ വരും. അപ്പോൾ എന്ത് ചെയ്യുക, 0.001 അങ്ങനെ വേറെ വല്ല വാല്യൂ മാറ്റിയിട്ട് എന്ത് ചെയ്യുക, സ്റ്റേക്ക് ചെയ്ത് നോക്കുക. ഞാനൊരു 5-6 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞു, സക്സസ് ആവോ എന്ന് നോക്കാം. സ്റ്റേക്ക് കൊടുക്കുന്നു, കൺഫേം കൊടുക്കുന്നു, സ്റ്റേക്ക് സക്സസ്ഫുൾ ആയി. ഇനി ഞാൻ അതേ എമൗണ്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്യുന്ന എമൗണ്ട് കോപ്പി ചെയ്ത് വെക്കാൻ എന്ത് ചെയ്യുക, അതിനപ്പുറത്ത് എന്ത് ചെയ്യുക, 1 or 2 or 3 എന്തെങ്കിലും ആഡ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ഈ സ്റ്റേക്ക് ചെയ്ത എമൗണ്ട് എന്ത് ചെയ്യുക, അൺസ്റ്റേക്ക് ചെയ്യുക. ഇവിടെ വരിക, അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങളിവിടെ 0.01 എമൗണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആ സ്റ്റേക്ക് ചെയ്ത എമൗണ്ട് തിരിച്ച് അൺസ്റ്റേക്ക് ചെയ്തെടുക്കുക, കൺഫേം കൊടുക്കുക. അപ്പോൾ ആ എമൗണ്ട് സ്റ്റേക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 5 പ്രാവശ്യം സ്റ്റേക്കിങ്ങും 5 പ്രാവശ്യം അൺസ്റ്റേക്കിങ് എന്ത് ചെയ്യുക, ഡെയിലി നിങ്ങൾ കിൻസുവിൽ എന്ത് ചെയ്യുക, ഇൻട്രാക്ട് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ഇത്രയുള്ള കിൻസു. അടുത്ത ടാപ്പ് എന്ന് പറയുന്നത് ഒരു മാഗ്മയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം കണക്ട് വാലറ്റ് കൊടുക്കുക, മെറ്റാമാസ്ക് ചൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വാലറ്റ് കണക്ട് ആയിട്ട് നിങ്ങളുടെ മൊണാഡിൻ്റെ ടോക്കണോട് കാണിക്കുന്നത് എന്ത് ചെയ്യുക, അതിൽ നിന്ന് ജി മോണിലേക്ക് എന്ത് ചെയ്യുക, സ്റ്റേക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നേരത്തെ കൊടുത്ത ഒരു 0.01 കൊടുത്ത് നോക്കാം നമുക്ക്. എന്നിട്ട് എന്ത് ചെയ്യുക, സ്റ്റേക്ക് ചെയ്യുക, കൺഫേം ചെയ്യുക. സക്സസ്ഫുള്ളി സ്റ്റേക്കഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചെറിയ എമൗണ്ട് മതി, പക്ഷേ ഗ്യാസ് ഫീസ് ആയിട്ട് നമുക്ക് 0.005 വരുന്നുണ്ട്. നമ്മൾ കൊടുത്ത എമൗണ്ടിനേക്കാളും കൂടുതൽ ഗ്യാസ് ഫീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മുൻകണ്ടിട്ട് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് സ്റ്റേക്ക് ചെയ്ത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ആ എമൗണ്ട് എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് അൺസ്റ്റേക്ക് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് അൺസ്റ്റേക്ക് ചെയ്യുക. അപ്പോൾ സ്റ്റേക്ക് അൺസ്റ്റേക്ക് ആണ് ഇവിടെ കറന്റ് ഇപ്പോൾ ഉള്ളൂ. എന്തെങ്കിലും അപ്ഡേറ്റുകൾ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിലെന്ത് ചെയ്യുക, മാക്സിമം ഒരു 5 ട്രാൻസാക്ഷൻ സ്റ്റേക്കിങ്ങും അൺസ്റ്റേക്കിങ്ങും മാറി ചെയ്യാനായിട്ട് നോക്കുക. അടുത്ത ടാപ്പ് എന്ന് പറയുന്നത് പോപ്പ് യുവർ ബബിൾസ് .fun ആണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ടെലഗ്രാമിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ലിങ്കിലേക്ക് വന്ന ശേഷം ഇവിടെ ഫോളോ ക്ലിക്ക് ചെയ്യുക. അടുത്ത് ഫോളോ പോപ്പ് ആയി കൊടുക്കുക, ലൈക്ക് പ്ലസ് റീട്വീറ്റ് കൊടുക്കുക, ടാഗ് 3 ഫ്രണ്ട്സ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യുക, അഡ്രസ്സ് അവിടെ നിന്ന് കോപ്പി ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ ഈ അഡ്രസ്സ് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ട് ഐ ആം നോട്ട് റോബോട്ട് കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഞാനിതിൽ ആക്ടിവിറ്റി ഒന്ന് കംപ്ലീറ്റ് ചെയ്തില്ല, എന്ത് ചെയ്യാം, നിങ്ങളിവിടെ കൊടുത്തിരിക്കുന്ന പോയിന്റ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് റെഫർ ലിങ്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് നമുക്ക് അങ്ങനെയും പോയിന്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്ര ഉള്ള ഈ ആപ്പിൽ ഇതിൻ്റെ ഇൻഫർമേഷൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അപ്ഡേറ്റ് ചെയ്തായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ആപ്പുകൾ നമ്മുടെ എക്കോസിസ്റ്റത്തിലേക്ക് ബുക്ക് മാർക്ക് ചെയ്തിടുന്നു. അടുത്ത ഡാപ്പ് എന്ന് പറയുന്നത് മോണോറയിലാണ്. നിങ്ങൾക്ക് ഡാപ്പ് എന്ന് പറയുമ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഡാപ്പ് എന്ന് പറഞ്ഞാൽ ഡീസെൻട്രലൈസ്ഡ് ആപ്പ്, അതായത് ഈ ഒരു ബ്ലോക്ക് ചെയിനുള്ള ഒരു ആപ്പ് അത്രേ ഉള്ളൂ, ഒരു സൈറ്റ് അത്രേ ഉള്ളൂ ഡാപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഡീസെൻട്രലൈസ്ഡ് ആപ്പിൻ്റെ ഷോർട്ട് ഫോമാണ് ഡാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ മോണോറയിൽ വന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കണക്ട് വാലറ്റ് കൊടുക്കുക. ശേഷം എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് സ്വാപ്പ് ചെയ്യാനാണുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, മൊണാഡിൽ നിന്ന് W മോണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടോക്കൺ ഉണ്ടെങ്കിൽ ആ ടോക്കണിലേക്ക് എന്ത് ചെയ്യുക, സ്വാപ്പ് ചെയ്യുക. ഞാനിവിടെ W മോണിലേക്ക് സ്വാപ്പ് ചെയ്തു, ട്രാൻസാക്ഷൻ കൺഫേം ആക്കി. ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ എൻ്റെ ഇതിലേക്ക് എന്ത് ചെയ്തു, സ്വാപ്പ് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഈസി മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്, മൊണാഡ് ടോക്കൺ ആകെ 0 കുറച്ച് ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പല ടോക്കണിലേക്കാണ് നിങ്ങൾ എന്ത് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇങ്ങനെ മെയിൻ ആയിട്ടുള്ള കുറച്ച് ടോക്കൺ ഉണ്ട്. ഇപ്പോൾ മൊളാൻഡാക്ക്, ചോഗ്, അതുപോലെ ഇങ്ങനത്തെ മെയിൻ കുറച്ച് ടോക്കൺ ഉണ്ട്. അല്ലെങ്കിൽ USDC, റാപ്പിഡെത്ത്, ഇങ്ങനത്തെ കുറച്ച് ടോക്കണിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങാനും ഈ ടോക്കണിൻ്റെ പ്രൈസ് നല്ലോണം കൂടി വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കൺവേർട്ട് ചെയ്തിട്ട് അവിടെ വയ്ക്കുക. അതിനുശേഷം ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഈ ഒരു ടോക്കണിൻ്റെ പ്രൈസ് കൂടി നിൽക്കുന്നത് കാണാം. അപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ നേരെ തിരിച്ച് സ്വാപ്പ് ചെയ്യുക. W മോണിൽ നിന്ന് നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ തിരിയും. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഏത് ടോക്കണാണ് വേണ്ടത് ആ ടോക്കൺ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, ആ ടോക്കണിൽ നിന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ മൊണാഡിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ സപ്പോസ് വിചാരിക്കുക ഒരു ടോക്കണാണ് നിങ്ങൾ ഫസ്റ്റ് കൊടുത്തതെന്ന് വിചാരിക്കുക. അതായത് മൊണാഡ് ടോക്കണിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്തു, ഒരു ടോക്കൺ കൊടുത്തിട്ട് നിങ്ങൾക്ക് W മോൺ ടോക്കൺ കൊണ്ട് 1 കിട്ടുമെന്ന് വിചാരിക്കുക. ചിലപ്പോൾ എന്ത് ചെയ്യും, നാളെ വരുമ്പോൾ ചിലപ്പോൾ ഈ W മോൺ ടോക്കണിൻ്റെ വാല്യൂ ചിലപ്പോൾ 10 കിടക്കുമെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ തിരിച്ച് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് 10
മൊണാഡ് ടോക്കൺ എന്ത് ചെയ്യും നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതായിരിക്കും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഒരു ചെറിയൊരു ട്രേഡിംഗ് പോലെയാണ്. അത് ചെറിയ വിലയ്ക്ക് ഏതെങ്കിലും ടോക്കൺ മേടിച്ചതിന് ശേഷം വലിയ വിലയാകുമ്പോൾ എന്ത് വിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൂടുതൽ മൊണാഡ് ടോക്കൺ കിട്ടും. കൂടുതൽ മൊണാഡ് ടോക്കൺ കിട്ടിയ എന്ത് ഉപകാരം, നിങ്ങൾക്ക് കൂടുതൽ ഡാപ്പുകളിൽ കൂടുതൽ ഇൻട്രാക്ഷൻ ചെയ്യാനായിട്ട് പറ്റും. പറയുന്നത് നമുക്കൊരു നെയിം സർവീസാണ്. അതായത് നമുക്ക് യൂണീക്കായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേര് കിടില്ലേ, അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുന്നത്, മൊണാഡ് ബ്ലോക്ക് ചെയിൻ്റെ ഉള്ളിൽ ഒരു പുതിയൊരു നെയിം ഉണ്ടാക്കാനാണ് നമ്മൾ എന്ത് ഈ ഒരു സൈറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു സൈറ്റിലേക്ക് വരുന്ന ശേഷം എന്ത് ചെയ്യുക, കണക്ട് വാലറ്റ് കൊടുക്കുക, നിങ്ങളുടെ മെറ്റാമാസ്ക് കണക്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങളിവിടെ സെർച്ച് നെയിം കൊടുക്കുക. നിങ്ങൾക്കിവിടെ ക്രിപ്റ്റോ മങ്കി, ഞാൻ നോട്ടെ, cryptomongey.nad. അപ്പോൾ അവൈലബിൾ ആണെന്ന് എന്ത് ചെയ്യുമ്പോൾ ഇവിടെ ടിക്ക് കാണിക്കും. അപ്പോൾ സെർച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ റിസൾട്ട് ഇപ്പോൾ കാണാൻ പറ്റും. രജിസ്റ്റേർഡ്, ആരോ ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യില്ല, ആ രജിസ്റ്റേർഡ് നമുക്ക് കിട്ടുന്നതാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ചിലപ്പോൾ ഫണ്ട് കൊടുത്താൽ ചിലപ്പോൾ നമുക്ക് കിട്ടും. പക്ഷേ ഈ ഒരു അക്കൗണ്ടാണ് എന്ത് ചെയ്തത്, ക്രിപ്റ്റോ മങ്കി എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് എടുത്തത്. ആരാന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ വേറൊരു അക്കൗണ്ട് പേര് നോക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നത്, മങ്ക് ബ്രോ എന്ന് നോക്കണം. മങ്ക് ബ്രോ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് അവൈലബിൾ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ലൈഫ് ടൈം വാലിഡിറ്റിയിലേക്ക് എനിക്ക് ഈ ഒരു ടെസ്റ്റ് നെറ്റിലാട്ടോ ഇത് ചെയ്യുന്നത്. കണ്ടില്ലേ, യു ആർ യൂസിങ് നാഡ് നെയിം സർവീസ് ഓൺ മൊണാഡ് ടെസ്റ്റ് നെറ്റ്. ഇത് ടെസ്റ്റ് വെർഷൻ ആണ്. ഇത് നിങ്ങൾക്ക് മെയിൻ നെറ്റ് ഇറങ്ങുമ്പോൾ ഇത് തന്നെ എടുക്കുന്നത്, നിങ്ങൾക്ക് ഫണ്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിന് ടോട്ടൽ എസ്റ്റിമേറ്റ് വാല്യൂ എത്ര 0.02 മൊണാഡാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിലുള്ള ഫണ്ട് അനുസരിച്ച് മാത്രം ട്രാൻസാക്ഷൻ ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് രജിസ്റ്റർ കൊടുക്കുന്നു. എനിക്ക് ഏകദേശം 0.03 എനിക്ക് ടോട്ടലായിട്ട് ചിലവായി. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും 52 ആണ് ഗ്യാസ് പ്രൈസ് എടുക്കുന്നത്. അപ്പോൾ എന്താണ് അതിനർത്ഥം, നല്ല രീതിയിലുള്ള ഗ്യാസ് പ്രൈസ് ഉണ്ട്. അപ്പോൾ ഗ്യാസ് പ്രൈസ് കുറഞ്ഞ ടൈമിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കാണില്ലേ, നിങ്ങൾക്ക് എൻ്റെ പേരിൽ സ്വന്തമായിട്ട് എനിക്ക് എന്ത് ചെയ്തു, എനിക്കൊരു പേര് കിട്ടി. ഇനി ഈ പേരുക്കും വേറെ ആരും എടുക്കാൻ പറ്റില്ല, എനിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നല്ല നല്ല പേരുകൾ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യണമെന്ന് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് രജിസ്റ്റർ ആണെന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് പുതിയ പേരുകൾ, ഇപ്പോൾ എത്തീറിയം, ഞാനിവിടെ എത്തീറിയം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എടുത്തു കണ്ടില്ലേ, ആരും ഓൾറെഡി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ നല്ല നല്ല പേരുകളൊക്കെ ഉണ്ടാവും, ഓൾറെഡി ആൾക്കാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല നല്ല പേരുകൾ എന്ത് ചെയ്യുക, നിങ്ങളിവിടെ രജിസ്റ്റർ ചെയ്യുക. അടുത്തൊരു ആപ്പ് എന്ന് പറയുന്നത് nad.fun ആണ്. നമ്മുടെ pump.fun പോലെ മിം കോയിൻസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമാണ് nad.fun എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിവിടെ വരിക, മെറ്റാമാസ്ക് കണക്ട് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ റിവാർഡ്സ് എന്ന സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. കണക്ട് ഒരു വാലറ്റ്, നിങ്ങൾ ചെക്ക് കൊടുക്കുക. ക്രിയേറ്റ് ഒരു ടോക്കൺ. ഇപ്പോൾ ഇത് കറന്റ് അൺഅവൈലബിൾ ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം അപ്ഗ്രേഡിങ് പ്രോഗ്രസ് കാണിക്കുന്നത്. ഇത് വൺസ് കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിങ്ങൾക്ക് ടോക്കൺ ഉണ്ടാക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് വീണ്ടും റിവാർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാം, മേക്ക് എ ട്രേഡ് എന്ന് കാണാൻ പറ്റും. ചെക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു ടോക്കൺ എടുക്കും. ഞാൻ ഈ ടോക്കൺ എടുക്കുകയാണ്. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ ആ ടോക്കൺ എന്ത് ചെയ്യണം, മേടിക്കണം. നിങ്ങളുടെ കയ്യിലുള്ള ഒരു ചെറിയ എമൗണ്ട് 0.001, നിങ്ങളോട് പറഞ്ഞിട്ട് 0.5 മൊണാഡാണ് മിനിമം എമൗണ്ട് വന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എമൗണ്ട് ഇല്ല എന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ വേറെ വല്ല ടോക്കണൊക്കെ പോയിട്ട് എന്ത് ചെയ്യുക, മേടിക്കാനായിട്ട് നോക്കുക. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ടോക്കൺ മേടിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആ ടോക്കൺ മേടിച്ചതിന് ശേഷം ഇത് നിങ്ങൾ റിവാർഡ്സിലേക്ക് വന്നതിന് ശേഷം, അപ്പോൾ ഞാൻ വേറൊരു ടോക്കൺ എടുക്കുകയാണ്. ഇവിടെ നമ്മൾ മിനിമം എമൗണ്ട് എത്ര പറയുന്നത് നോക്കാം. ഇവിടെയും 0.5 ആണ്. അപ്പോൾ ചിലപ്പോൾ എല്ലാത്തിനും 0.5 ആയിരിക്കും. അപ്പോൾ നമ്മൾ 0.5 കൊടുത്ത് ഞാനിപ്പോൾ കാണിച്ചു തരാണ്. 0.5 കൊടുത്തു. നിങ്ങളുടെ കയ്യിൽ 0.5 കൊടുക്കാനുള്ള എമൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്ലേസ് ഓർഡർ ചെയ്യുന്നില്ല, ആ എമൗണ്ട് ആകുമ്പോൾ വന്നിട്ട് മാത്രം എന്ത് ചെയ്താൽ മതി, പ്ലേസ് ഓർഡർ കൊടുത്താൽ മതി. ആ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ എന്തോന്നു 0.5 കൊടുത്തിട്ട് എന്ത് ചെയ്തു, എനിക്ക് നാഡ് എന്ന് പറഞ്ഞ ടോക്കൺ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ പോയിട്ട് റിവാർഡ്സിൽ പോയിട്ട് ഇത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ മേക്ക് എ ട്രേഡും കംപ്ലീറ്റ് ആയി. ചിലപ്പോൾ വെറുതെ ക്ലിക്ക് ചെയ്താലും കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഇനി ഷെയർ അബൌട്ട് nad.fun ഇതൊക്കെ എന്ത് വെറുതെ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഞാൻ ചെക്ക് കൊടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുക, ഇത് വെറുതെ എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. കാരണം ഇവിടെ എക്സ് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമില്ല. ഞാനിത് പോസ്റ്റ് ചെയ്യുകയാണ്. ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പോസ്റ്റ് ഇവിടെ പോയിന്റ് കിട്ടുന്നുണ്ട്. ഇനി റെഫർ 3 ഫണ്ട്സ് ആണ്. നിങ്ങൾക്ക് കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ റെഫറൽ പ്രോഗ്രാംസ് അയച്ചു കൊടുത്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അങ്ങനെയും പോയിന്റ് എടുക്കാം. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഇവിടെ പല കോയിൻസ് ഉണ്ടാവും. ആ പല കോയിൻസ് എന്ത് ചെയ്യുക, നിങ്ങൾ ട്രേഡ് ചെയ്യാൻ നോക്കുക. നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ട് വെച്ചിട്ട് മാത്രം കണക്ട് ചെയ്തിട്ട് മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ട്രേഡ് ചെയ്യാൻ നോക്കുക. വൺസ് ഈ സിസ്റ്റം സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇതുപോലൊരു ടോക്കൺ ഉണ്ടാക്കാം. ബോണ്ടിങ് കർവ് ഫുള്ള് 100% ആയി കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് ലിക്വിഡിറ്റിക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അതായത് മറ്റുള്ളവർക്ക് ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നതായിരിക്കും. ബോണ്ടിങ് കർവ് 100% ആയി കഴിഞ്ഞാൽ അതുവരെ നിങ്ങൾ എന്ത് ചെയ്യണം, ആരെങ്കിലും കൊണ്ട് നിങ്ങളുടെ ടോക്കൺ മേടിപ്പിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ബോണ്ടിങ് കർവ് 100% ആക്കാനുണ്ട്. അടുത്ത ആപ്പ് എന്ന് പറയുന്നത് ambient.finance ആണ്. ഇത് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. നേരത്തെ മൊണാഡ് മൊണാഡ് ടോക്കണിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തതാണ്. നമുക്ക് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് സ്വാപ്പ് എടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഏത് ടോക്കണാണല്ലോ മൊണാഡിൽ നിന്ന് എന്ത് ചെയ്യാം, USDCയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 0.01 കൊടുത്തിട്ട് ഞാൻ USDCയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. എന്നിട്ട് ഇത് കൺഫേം കൊടുക്കുന്നു. സബ്മിറ്റ് സ്വാപ്പ് കൊടുക്കുന്നു. കൺഫേം കൊടുക്കുക. ഇപ്പോൾ ട്രാൻസാക്ഷൻ സബ്മിറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്തു, മൊണാഡിൽ നിന്ന് USDCയിലേക്ക് മാറി. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരുപാട് കോയിനുകൾ ഉണ്ടാവും. ആ കോയിനിലേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ ട്രാൻസാക്ഷൻ സബ്മിറ്റ് ചെയ്ത് കൺഫേം ചെയ്യാൻ പറ്റും. ഇനി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതേ പരിപാടി എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ട്രേഡ് സെക്ഷനിൽ വന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. സ്വാപ്പ് ഉണ്ട്, ലിമിറ്റ് ഓർഡർ ഉണ്ട്. നിങ്ങൾക്ക് നമ്മൾ സാധാരണ ട്രേഡ് ചെയ്യുന്ന പോലെ ഓർഡർ ചെയ്യാൻ പറ്റും. ഇവിടെ തന്നെ ചെയ്യുന്നില്ല, നമുക്ക് എന്ത് ചെയ്യാം, സ്വാപ്പിൽ ചെയ്താലും ഏകദേശം ഒന്നും തന്നെയാണ്. നമുക്ക് വെറുതെ ഇൻട്രാക്ട് ചെയ്യാനില്ല. അപ്പോൾ എന്ത് ചെയ്യാം, സ്വാപ്പിൽ ചെയ്താലും മതി. ഇനി എന്താണ് അടുത്ത ലിക്വിഡിറ്റി പൂൾ ഉണ്ട്. ലിക്വിഡിറ്റി പൂൾ എന്ന് എന്താണ്, നിങ്ങൾ ഏതെങ്കിലും 2 കോയിലാണ് പൂളിൽ ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് എന്ത് വേണം, നിങ്ങൾക്ക് ആ
2 കോയിനും ബാലൻസ് വേണം. അപ്പോൾ അതിനാണ് ഞാൻ എന്ത് ചെയ്തത് USDCയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. മൊണാഡും USDC ആണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് ഇത്ര ലിക്വിഡിറ്റി പൂളാണ് ഇപ്പോൾ കറൻറ്റിലുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം എൻ്റെ കയ്യിൽ മൊണാഡ് ടോക്കണുണ്ട് USDC ടോക്കണുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എൻ്റെ കയ്യിലുള്ള ഒരു 0.004 ഞാനിത് മൊത്തം കൊടുക്കുന്നില്ല, ഞാനൊരു 0.001 ഇത്രയും മാത്രമാണ് എന്ത് ചെയ്തത് ഞാൻ ലിക്വിഡിറ്റി പൂളിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ഇത് അപ്രൂവ് USDC എന്ന് കൊടുക്കുക, കൺഫേം കൊടുക്കുക. നിങ്ങളുടെ കയ്യിലുള്ള എത്ര എമൗണ്ട് അത്രയും എമൗണ്ട് കുറച്ച് കൊടുത്താൽ മതി കേട്ടോ. എൻ്റെ കുറച്ച് എമൗണ്ട് ഉള്ളതാണ് ഞാൻ ഇത്രയും ചെറിയ എമൗണ്ട് കൊടുത്തത്. നിങ്ങൾക്ക് അതിലും ചെറിയ എമൗണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ലിക്വിഡിറ്റി പൂളിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യുക, വീണ്ടും കൺഫേം കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ലിക്വിഡിറ്റി കൊടുക്കുക. ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യം ട്രൈ ചെയ്തപ്പോൾ എൻ്റെ ട്രാൻസാക്ഷൻ സബ്മിറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്തു, അത് ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ എക്സ്പ്ലോർ എന്ന സംഭവം ഉണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ പുതിയ ലിക്വിഡിറ്റി സാധനങ്ങളൊക്കെ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എക്സ്പ്ലോർ ചെയ്ത് മാറ്റാൻ പറ്റും. പക്ഷേ എന്ത് വേണം, നിങ്ങൾ ലിക്വിഡിറ്റി പൂളിലേക്ക് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ 2 ടോക്കൺ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതിനകത്ത് എന്ത് ചെയ്യുക, സ്വാപ്പ് ചെയ്തതിന് ശേഷം ഏത് ടോക്കണിലേക്കാണ് ലിക്വിഡിറ്റി ആഡ് ചെയ്യാൻ പോകുന്നത് ആ ടോക്കണിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ സ്വാപ്പ് ചെയ്തതിന് ശേഷം ലിക്വിഡിറ്റി പൂളിലേക്ക് ആഡ് ചെയ്യുക. ലിക്വിഡിറ്റി പൂളിലേക്ക് ആഡ് ചെയ്യുന്നത് മതി, ആ 2 ടോക്കൺ നിങ്ങളുടെ കയ്യിലുണ്ടായാൽ മതി. അടുത്ത ആപ്പ് എന്ന് പറയുന്നത് AI ക്രാഫ്റ്റ് ഫണ്ടാണ്. അപ്പോൾ ഇതെന്തിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറേ ഏജൻസ് ഉണ്ട്. അപ്പോൾ ഏജൻസിന് വോട്ട് ചെയ്യുന്ന പ്രൊജക്റ്റാണ്. അപ്പോൾ അതിനായിട്ട് ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു ജോയിൻ വൈലിസ്റ്റ് ഫോം കാണാൻ പറ്റും. അപ്പോൾ ആ ഫോമിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ എത്ത് വാലറ്റ് അഡ്രസ്സ് എന്നിട്ട് മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്തിട്ട് അവിടെ കാണുന്ന അഡ്രസ്സ് എന്ത് ചെയ്യുക, അവിടെ പേസ്റ്റ് ചെയ്യുക. നിങ്ങളുടെ ട്വിറ്റർ അക്കൗണ്ടിൻ്റെ പേര് അതുപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്സ് എന്ത് ചെയ്യുക, ഇവിടെ അടിച്ചുകൊണ്ടതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക. അത് നമ്മുടെ വൈറ്റ് ലിസ്റ്റിന് വേണ്ടിയുള്ള സബ്മിഷനാണ്. അപ്പോൾ എന്തായാലും ചെയ്യാൻ നോക്കുക. കാരണം ഇവരൊരു സെപ്പറേറ്റ് ടോക്കൺ ഇറക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ വൈറ്റ് ലിസ്റ്റിൽപ്പെട്ടവർ എന്ത് ചെയ്യുക, ഉപകാരപ്പെടാം. അതിനുശേഷം താഴെ വന്നതിന് ശേഷം വോട്ട് ആൻഡ് ഓൺ AI എന്ന് കാണാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യുക, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിന് താഴേക്ക് വന്ന ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ കണക്ട് വാലറ്റ് ഒന്ന് കാണാൻ പറ്റും. അപ്പോൾ കണക്ട് വാലറ്റ് കൊടുക്കുക. അതിനുശേഷം ചിലപ്പോൾ എന്ത് പറയും, കണക്ട് വാലറ്റ് കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യാം, താഴെ വന്നതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇതുപോലെ ഓരോ ഏജൻസ് വോട്ട് ചെയ്യാം. ഫോർ മീ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു വിചാരിക്കുക. അത് കൺഫേം കൊടുക്കുന്നു. പിന്നെ മെറ്റാമാസ്കിൽ ഉണ്ട് 0.0052 മാത്രമാണ്, ഗ്യാസ് ഫീസ് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യും, ഞാനിത് കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഇൻട്രാക്ഷൻ കൗണ്ട് ഇവിടെ കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ വോട്ട് ചെയ്യാൻ നേരത്ത് റെഫർ കോഡ് സബ്മിറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, എൻ്റെ റെഫർ കോഡ് ഞാൻ എന്ത് ചെയ്യാം, എൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഞാൻ ലിസ്റ്റിൽ കൊടുക്കാം. ഇതാണ് റെഫർ കോഡ്. അപ്പോൾ ആ റെഫർ കോഡ് എന്ത് ചെയ്ത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറ്റും, വോട്ട് ചെയ്യാനായിട്ട് പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മുടെ അടുത്ത ആപ്പ് എന്ന് പറയുന്നത് ഡസ്റ്റഡ് എന്നൊരു ആപ്പാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ചിലപ്പോൾ കോഡ് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്തായാലും നിങ്ങൾ കോഡ് അടിക്കേണ്ടി വരും. അപ്പോൾ എന്താ ചെയ്യാം, നമുക്ക് ഈ വേണമെങ്കിൽ ഈ കോഡ് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി വേണമെങ്കിൽ കോഡ് എടുത്ത് നമുക്കാണെങ്കിൽ അത് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം ഇവിടെ കയറിയതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു പ്രൊഫൈൽ കണക്ട് ചെയ്യുക, നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യുക. അങ്ങനെ വാലറ്റ് കണക്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ ഇഷ്യൂ കാണിക്കും, നിങ്ങൾക്ക് ടോക്കൺ ഇല്ല അങ്ങനെ പറഞ്ഞൊരു ഇഷ്യൂ കാണിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വീണ്ടും ഒന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് വീണ്ടും കണക്ട് ചെയ്യുക. 2-3 പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോഴായിരിക്കും എന്ത് ചെയ്യുക, അത് ചിലപ്പോൾ ശരിയാവുക. അതിനുശേഷം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഇതിലല്ല, ഇവിടെ റിവാർഡ്സിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫ്രീ ആയിട്ട് കുറച്ച് മൊണാഡ് ടോക്കൺ കിട്ടാനുള്ള വഴികളുണ്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഡെയിലി ലാസോ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ചെറിയ ഗെയിം പോലെ നമ്മളിങ്ങനെ ചൂണ്ടിട്ടില്ല അതുപോലെ ഒരു ഗെയിമിലേക്ക് വരും. അത് വെറുതെ ഇങ്ങനെ നെക്സ്റ്റ് അടിച്ച് സ്റ്റാർട്ട് ലാസോയും കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇറക്കി വെറുതെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുമ്പോൾ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യുക, 2 പ്രാവശ്യം നെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും. ഓപ്പൺ ആകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എന്താണ് നമുക്ക് കിട്ടിയത്, എത്ര മൊണാഡ് ടോക്കണാണ് നമുക്ക് കിട്ടാനായിരിക്കും. ഇനി കാണാൻ പറ്റും 300 പോയിൻറ്റ്സ് ആണ് എനിക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, അത് ക്ലെയിം കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എൻ്റെ വാലറ്റിലോട്ട് നമ്മൾ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ആ ടോക്കൺ വാലറ്റിലോട്ട് ട്രാൻസ്ഫർ ആയി പോകുന്നതായിരിക്കും. അത് കൺഫേം കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യാം, എനിക്ക് ഒരു ചാൻസ് കൂടി ഉണ്ട്, നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ 6 ചാൻസുകൾ കിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, ഇതിൽ ആക്റ്റീവായിട്ടിരിക്കുക, കണ്ടുകൊണ്ടായിട്ട് ചാറ്റ് ചെയ്യുക, അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, വീണ്ടും ചാൻസ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടാവും. നമുക്ക് നോക്കാം എന്തൊക്കെ ക്രൈറ്റീരിയാസ് ഉള്ളത്. അപ്പോൾ അത് എന്ത് ചെയ്യാം, ഞാൻ ടെലഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതായത് നമ്മുടെ കമ്മ്യൂണിറ്റി ചാറ്റ് ചോദിച്ചാൽ മതി. ഒരുപാട് പേര് ഈ ഡസ്റ്റലിൽ ഒരുപാട് പേര് കളിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരിൽ നിന്ന് ടിപ്പ് കിട്ടണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂടുതൽ മൊണാഡ് ടോക്കൺസ് നിങ്ങൾക്ക് കരസ്ഥമാക്കാൻ പറ്റും. അടുത്ത ആപ്പ് എന്ന് പറഞ്ഞാൽ സർവോസ് എന്ന ആപ്പാണ്. അപ്പോൾ എൻ്റെ നിങ്ങൾ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിലേക്ക് വന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ മേലെ കാണുന്നതിൽ കണക്ട് വാലറ്റ് കൊടുക്കുക. അപ്പോൾ മെറ്റാമാസ്ക് ചൂസ് ചെയ്യുക, അപ്രൂവ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ട്രേഡ് എന്ന ബട്ടണിലേക്ക് വന്നിട്ട് അക്കൗണ്ട് എന്ന് ചൂസ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ ഒരു സംതിങ് USDC ഉണ്ടാവും 100K. അതെന്ത് ചെയ്യുക, നിങ്ങൾ മിൻറ്റ് ചെയ്യുക, കൺഫേം കൊടുക്കുക. ഇതെന്ത് നമുക്ക് 100K USDC നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് ഫേക്ക് USDC ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. താഴെ കാണുന്ന ഡെപ്പോസിറ്റ് ആൻഡ് ക്രിയേറ്റ് ട്രേഡിംഗ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, അവിടെ ഒരു റെഫർ കോഡ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ റെഫർ കോഡ് അവിടെ കൊടുത്തിട്ടുണ്ടാവും. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ അടിക്കാം. അതിനുശേഷം എന്ത് ചെയ്യുക, ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തിട്ട് നമ്മൾ ഓൾറെഡി 100K USDC ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഞാനൊരു 10,000 USDC എന്ത് ഇതിലേക്ക് അപ്രൂവ് ചെയ്ത് ഇതിലേക്ക് കൊണ്ടുവരാൻ പോവാണ്. സെഷൻ കൺഫേം ചെയ്യുക. അപ്പോൾ ഈ സാരോസ് ഞാനിത് എൻ്റെ ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ 10,000 ഡെപ്പോസിറ്റ് ചെയ്തപ്പോൾ ഒരു NFT കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വേണമെങ്കിൽ മെറ്റാമാസ്കിലോട്ട് എന്ത് ചെയ്യുമ്പോൾ അത് വേണമെങ്കിൽ ആഡ് ചെയ്തിടാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ഈ ഒരു ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുന്നത് 10,000 USDC എന്ത് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്,
ട്രേഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അക്കൗണ്ടിലേക്ക് വരിക, ട്രേഡ് പോവുക. ട്രേഡിൽ വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഏത് പെയറാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് BTC എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയർ യൂസ് ചെയ്യാം. BTC എത്തോ ഏതുകൊണ്ട് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ എത്ത് എടുക്കാൻ വിചാരിക്കുക. എത്തെടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഒരു എമൗണ്ട് ഇവിടെ അടിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എത്ര വേണം, 0.1 എത്തിയും വേണം. നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്, ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ USDC ഉണ്ട്, നമ്മൾ അവിടെ നിങ്ങളുടെ ട്രാൻസ്ഫർ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അതിന് എന്ത് ചെയ്യുക, പ്ലേസ് ഓർഡർ കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, കൺഫേം കൊടുക്കുക. ഞാൻ ബൈ ലോങ്ങിന് കൊടുക്കുന്നത്, ഞാൻ എന്ത് പറയുന്നത്, ഇവിടെ നിന്ന് ഇതിൻ്റെ പ്രൈസ് മേലേക്ക് പോകുന്നതാണ് പറയുന്നത്. അതിനുശേഷം കൺഫേം കൊടുക്കുന്നു. ഒരു ട്രേഡാണ് ഓപ്പൺ ചെയ്യുന്നത് അവിടെ. അപ്പോൾ എന്ത് മേലേക്ക് പോകുന്നത് ഓപ്പൺ ചെയ്തേക്കാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ട്രേഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത എമൗണ്ട് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാം. അല്ലാതെ എന്ത് പറ്റും, ഇത് ക്രോസ് മാർജിനാണ് കൊടുത്തത്. അപ്പോൾ എന്ത് സംഭവിക്കും, ക്രോസ് മാർജിൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള അസറ്റിലുള്ള 10,000 വേണമെങ്കിൽ ലിക്വിഡേറ്റ് ആയി പോകാം. പക്ഷേ ഒരു ഗുണം എന്താണെന്ന് ചെയ്യുമ്പോൾ ഞാൻ ഒരു ലെവറേജ് ആകെ 1x മാത്രമാണ് കൊടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1x 2x എത്രയും കൊടുത്തു. നമ്മളോട് റിയൽ എമൗണ്ട് അല്ല ട്രേഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ട് കൊടുക്കാം. അങ്ങനെ കൊടുത്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ ട്രേഡ് ചെയ്യാം. ഇഷ്ടമുള്ള എമൗണ്ടുകൾ എന്ത് ചെയ്യാം, ട്രേഡ് ചെയ്യാം. അതുപോലെ സെല്ല് ചെയ്യാം, ഷോർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർഡറുകൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി ഇതിൽ. പിന്നെ എന്താ വെച്ചാൽ ഡ്രാഗൺ ഫെസ്റ്റിവൽ വരിക. അവിടെ നിങ്ങൾക്ക് ഡെയിലി ചെക്കിൻ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ചെക്കിൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. വേണ്ടില്ല, കംപ്ലീറ്റ് ആയപ്പോൾ എനിക്കൊരു മിസ്റ്റർ ബോക്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒറ്റ ദിവസം പോലും വിടാതെ ഡെയിലി എന്ത് ചെയ്യുക, ഡ്രാഗൺ ഫെസ്റ്റിവൽ എന്നതിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ചെക്ക് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റി ഉള്ളതെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ ഡെയിലി മൊണാഡ് ഡെയിലി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഒരു പുതിയ ഫോൾഡർ വേണമെങ്കിൽ ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. അതായത് മൊണാഡ്, അതിനകത്ത് ഡെയിലി ഇൻട്രാക്ഷൻ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യേണ്ടതല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കുറേ കുറച്ച് പോയിന്റ് ഇട്ടാനുള്ള ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഞാൻ മൊണാഡ് ഡെയിലി കൊടുത്തു. അതിലേക്കാണ് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ഈ എക്കോസിസ്റ്റം പ്രൊജക്റ്റിനെ കൊണ്ട് ഇടാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഇതിനെ കൊണ്ടിട്ടു. ഒരു അബദ്ധം പറ്റിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പേര് കൊടുത്താണ് അബദ്ധം പറ്റിയത്. സാരോസ് മാത്രം കൊടുത്താൽ മതി. സാരോസ് ഡെയിലി എന്നാണ് ഞാൻ കൊടുക്കുന്നത്. വെറുതെ സൈറ്റിൻ്റെ പേര് കൊടുക്കുന്നത് കേട്ടോ. അത് പുറത്താണ് സേവ് ആയത്. ഞാൻ എന്ത് ചെയ്തു, അതിന് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ടു. ഓക്കെ, അപ്പോൾ മൊണാഡ് ഡെയിലി ഉള്ളത് ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. ഇതെന്ത് ചെയ്യുക, ഡെയിലി എടുത്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ഒറ്റ ദിവസം ഡെയിലി ചെക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. എല്ലാ ദിവസം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിനുള്ള പോയിന്റ് കിട്ടും. എന്നിട്ട് റെഫർ ലിങ്ക് ഇവിടെ കിടക്കുന്നുണ്ടാവും. നമുക്ക് വേണമെങ്കിൽ ആൾക്ക് എന്ത് ചെയ്യാം, സെൻഡ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും പോയിന്റ് ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയുള്ള ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലും ഡെയിലി എന്ത് ചെയ്യുക, ആക്ടിവിറ്റി ആണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇത്ര മാത്രം ഡാപ്പുകളാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുള്ളൂ. ഇനി അടുത്ത ഡാപ്പുകൾ, നല്ല നല്ല ഡാപ്പുകൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമ്മൾ അതിൻ്റെ ട്യൂട്ടോറിയൽ നമ്മൾ ചെയ്യാനായിട്ട് നോക്കാം. പിന്നെ ഇതിലൊരു മൊണാഡ് ഫാൻറ്റസി ടോപ്പ് എന്ന സംഭവം ഉണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാൻ താല്പര്യമുള്ളവർ അതിനുള്ളിൽ കയറി എന്ത് ചെയ്യാൻ, നമുക്ക് ആ ഡാപ്പിൽ ഇൻട്രാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ എക്കോസിസ്റ്റത്തിൽ ഒരുപാട് ഡാപ്പുകളുണ്ട്. എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡാപ്പുകൾ എന്ത് ചെയ്യുക, ഇവിടെ വരിക. അതിനുശേഷം ഈ ഒരു ഗ്ലോബിൻ്റെ ഐക്കൺ കാണില്ലേ, ആ ഐക്കണിൽ പോകുക. അതിനുശേഷം എന്ത് ചെയ്യുക, അവിടെ ജോയിൻ ചെയ്യുക. ഓൾമോസ്റ്റ് എല്ലാ ഡാപ്പിനും എന്തുണ്ട്, ഡിസ്കോഡ് സെർവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം നിങ്ങൾ നേരിടാൻ പോകുന്നത്. നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഒരു മെയിൻ ഡിസ്കോഡ് അക്കൗണ്ടാണ് ഇതിന് വേണ്ടി യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓൾറെഡി എല്ലാ ഡിസ്കോഡ് അക്കൗണ്ടിലും ജോയിൻ ചെയ്യുമ്പോൾ ആകെ 100 ഡിസ്കോഡ് അക്കൗണ്ടിൽ മാത്രമാണ്, ഡിസ്കോഡ് സെർവറിൽ മാത്രമേ നമുക്ക് അറ്റ് എ ടൈം ഒരു അക്കൗണ്ടിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്ര അക്കൗണ്ട് ജോയിൻ ചെയ്യുമ്പോൾ എന്ത് പറ്റും, നിങ്ങൾക്ക് സെർവർ ഫുൾ ആവുന്ന ഇഷ്യൂ വരും. സോ പഴയ അക്കൗണ്ടുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എക്സിറ്റ് അടിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ എല്ലാത്തിനും സേവ് ചെയ്യുന്നതിന് പകരം അത്യാവശ്യം നല്ല ഫണ്ടിങ് ഉള്ള കുറേ ഡാപ്പുകൾ ഉണ്ടാവുമല്ലോ, അതിനുള്ളിൽ മാത്രം എന്ത് ചെയ്യുക, നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. മാക്സിമം ഉള്ള ഡിസ്കോഡ് അക്കൗണ്ടൊക്കെ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ബിറ്റ്ഗെറ്റ് വാലറ്റിൻ്റെ ഡിസ്കോഡ് അക്കൗണ്ട് അതിലൊന്നും ജോയിൻ ചെയ്യുന്നത് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ അതുപോലെ നല്ല നല്ല ഡാപ്പുകൾ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ ഡിസ്കോഡ് അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിലൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ പറഞ്ഞു പോകുമെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം എല്ലാ എക്കോസിസ്റ്റം എന്ത് ചെയ്യാം, നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ അവരുടെ ഡേവ്സ് ഓൾറെഡി കൺഫേം ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് മറ്റൊരാൾക്ക് മൊണാഡ് ടോക്കൺ അയച്ചാൽ എന്ത് ചെയ്യില്ല, സിബിലാവുന്ന ഒരു ഇഷ്യൂ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ആ ഒരു ക്രൈറ്റീരിയ കൊണ്ടുവരാതെ ഇൻ ദ എൻഡിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു KYC സിസ്റ്റം കൊണ്ടുവന്ന് ചിലപ്പോൾ അങ്ങനെ ഒരു വെരിഫൈ ചെയ്യാനായിരിക്കും ചിലപ്പോൾ എന്ത് ചെയ്യുന്നത്, അവർ ഇൻ ദ എൻഡ് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്രൈറ്റീരിയ അവരെന്ത് ചെയ്യും, എക്കോസിസ്റ്റം സമയത്ത് കൊണ്ടുവരാം. നമുക്ക് എയർ ഡ്രോപ്പ് ഇട്ടാനുള്ള ഏറ്റവും വലിയ ക്രൈറ്റീരിയ എന്താണ്, ഏറ്റവും കൂടുതൽ ഡാപ്പുകളായിട്ട് ഇൻട്രാക്ട് ചെയ്യുക. ഇത് ഞാൻ റിപ്പീറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അതുപോലെ എന്ത് ചെയ്യുക, വരുന്ന NFTs ഒക്കെ എന്ത് ചെയ്യുക, അതേ അപ്പോൾ സമയത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ മെയിൻ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇനി ബാക്കിയുള്ള മൊണാഡിൻ്റെ അപ്ഡേറ്റുകളും എല്ലാം കൊടുക്കുന്നത് എവിടെയായിരിക്കും, നമ്മുടെ ടെലഗ്രാം ചാനലിലായിരിക്കും എല്ലാ അപ്ഡേറ്റും കൊടുക്കുക. നിങ്ങളുടെ ടെലഗ്രാം ചാനൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ കൊടുക്കുകയാണെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നമ്മുടെ ക്രിപ്റ്റോ മങ്കി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അവിടെ നമ്മൾ എന്തുണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അവിടെ എന്ത് ചെയ്യുക, നിങ്ങൾ ചാറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡൗട്ടുകൾ എന്ത് ചെയ്യാം, അവിടെ ഡിസ്കസ് ചെയ്ത് നമുക്ക് തീർക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തുണ്ട്, നിങ്ങൾക്ക് ലിങ്കുകൾ, ഇതുപോലെ ഓരോ പ്രൊജക്റ്റുകളുടെ ലിങ്കുകളൊക്കെ നിങ്ങൾക്ക് ലിങ്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സപ്പോർട്ട് ഗ്രൂപ്പ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നിങ്ങളുടെ ലിങ്കുകൾ ഷെയർ ചെയ്ത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവിടെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കും. ഇതൊരു 200 ലൈക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അടുത്തൊരു സെക്കൻഡ് വീഡിയോ ഇതിൻ്റെ പാർട്ട് പല എക്കോസിസ്റ്റമുള്ള ഡാപ്സുകൾ നമ്മൾ കവർ ചെയ്യാനായിട്ട് നോക്കും. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ ബൈ.